Welcome to Exam Point. A warm good evening all. അപ്പോൾ to my dear class 9 students, എല്ലാവരും ഉഷാറായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും നാളത്തെ എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, മിസ്സേ ഞങ്ങളൊക്കെ ടെൻഷനിലാണ്, ചിലപ്പോൾ നാളത്തെ എക്സാം എങ്ങനെയാണ് വരിക എന്ന് അറിയില്ല എന്നുള്ള ടെൻഷനിലാണോ എല്ലാവരും? ഡോണ്ട് വറി, നിങ്ങളുടെ ബെസ്റ്റ് കമ്പാനിയൻ ആയിട്ടുള്ള എക്സാം പോയിന്റ് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട്, നമ്മുടെ ക്വസ്റ്റ്യൻസുകളെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട്, ക്രിസ്മസ് എക്സാമിൻ്റെ റിവിഷനായിട്ട് ദേ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ലൈവ് സെഷൻ ആണ് തരുന്നത്. ക്ലിയർ? അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ലേ? കാരണം നമുക്ക് നാളെ എടുക്കാൻ പോകുന്ന എല്ലാ പോർഷൻസിൻ്റെയും മേജർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ലൈവ് സെഷനിൽ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചോദിച്ചിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് നാളെ തുടങ്ങാനിരിക്കുന്ന നിങ്ങളുടെ ക്രിസ്മസ് എക്സാമും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി? യെസ്, നമ്മുടെ ഈ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾ നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാ? പോരാ അല്ലേ? എന്ത് ചെയ്യണം? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനും കൂടെ നമ്മളിത് ഒന്ന് ലിങ്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നാളെ നമ്മൾ കുറേ ഇരുന്ന് എഴുതുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കില്ലേ, ഒന്ന് പറഞ്ഞു തരുമോ ആ ആൻസർ എന്ന് ചോദിക്കും, അവർക്ക് ടീച്ചർ അറിയാൻ ചെയ്തേക്കും. എന്തിനാണ് നമ്മൾ ഇതിന് നിൽക്കണത്? സോ ഡു ഷെയർ ദ ലിങ്ക് ടു ദ ഫ്രണ്ട്സ്. ഓക്കെ, ഫ്രണ്ട്സിനോ ഫാമിലിയിലെ നമ്മുടെ കസിൻസിനോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഷെയർ ചെയ്യുന്നതോട് ഒപ്പം തന്നെ നിങ്ങൾ എന്തും കൂടെ ചെയ്യണം, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ കുറേ പേര് ഇപ്പം അതിൽ ഉണ്ടാവും എന്ന് ടീച്ചർക്ക് അറിയാം. ഓക്കെ, ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സസും നമ്മുടെ PDF-കളും ഓക്കെ. ഇനിയിപ്പോൾ ഡിസംബർ കഴിഞ്ഞ 2 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ മാർച്ച് ആനുവൽ എക്സാം ആവാറായി അല്ലേ? അപ്പം അതിൻ്റെ റിവിഷൻ ക്ലാസ്സസും നോട്ട്സും എല്ലാം നമുക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. അതിന് പുറമെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഏത് സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ക്ലിയർ ചെയ്യാം. എന്ത് സുഖാണല്ലേ? നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് ടീച്ചർമാർ അങ്ങോട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് 9 സോഷ്യൽ സയൻസ് എക്സാം നിങ്ങൾക്ക് സിമ്പിൾ ആവും. എന്തുകൊണ്ടാണ്? യെസ്, വി ആർ ഡിസ്കസിങ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറേ പേര് ഹായ് ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഗുഡ് ഈവനിങ്. ഓക്കെ, ഗുഡ് ഈവനിങ് ഫോർ ഓൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സംശയങ്ങൾ ചോദിച്ച് കളിക്കാനുള്ള സ്ഥലമാണ് കമൻറ്റ് ബോക്സ് കേട്ടോ. അപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കുക, കമൻറ്റ് ബോക്സിൽ ഡൗട്ടുകൾ ചോദിക്കുക. യെസ്, ആൻഡ് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നാളത്തെ നമ്മുടെ എക്സാമിന് നമ്മൾ എഴുതാനായിട്ട് നമുക്ക് പറ്റില്ല അല്ലേ? അവർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ബുക്സ് ഒക്കെ എടുക്കുക. എല്ലാവരും ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് ടേം ബുക്കും സെക്കൻഡ് ടേം ഗൈഡും ഒക്കെ എക്സാം പോയിന്റിൻ്റെ ഉള്ളവർക്ക് വലിയ ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല. കാരണം അതിൽ നമ്മൾ എല്ലാം ഇപ്രാവശ്യം പ്രൊവൈഡ് ചെയ്തിട്ടാണ് അല്ലേ നമ്മൾ ഗൈഡൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ആസ് എ റിസൾട്ട് എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ക്ലിയർ? യാ, ഗുഡ് ഈവനിങ്. ഓക്കെ, ചോദിക്കണം കേട്ടോ. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. അതിനാണ് ടീച്ചർ ഇവിടെ നിൽക്കുന്നത്. റൈറ്റ്? ഓക്കെ, സോ ഞാൻ ആദ്യം പറയുന്നത് നമ്മുടെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ടേം എക്സാം എഴുതിയപ്പോൾ, നമ്മുടെ ഓണം എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് ആരെങ്കിലും എഴുതാണ്ടിരുന്നിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ പനിയോ എന്തെങ്കിലുമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഫ്രണ്ട്സ് എഴുതിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടാവും ഇത് എന്താണ് ഈ പാറ്റേൺ എന്നൊക്കെ ഉള്ളത്. സോ ഈ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 80 ഓക്കെ. 80 മാർക്സിൻ്റെ എക്സാം ആണ്. 2.5 hours. നാളെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫോർനൂൺ ആണ് കേട്ടോ. ഓക്കെ, രാവിലെയാണ് നമുക്ക് എക്സാം. ദെൻ നമുക്ക് സെക്ഷൻ എ ഉണ്ട്. എ എന്ന് പറയുന്നത് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5
ഈച്ച് ക്യാരി 1 മാർക്ക്. ഓക്കെ, 1 മുതൽ 5 വരെയുള്ളതിലെ എല്ലാ ക്വസ്റ്റ്യനും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതിന് എല്ലാത്തിനും 1 മാർക്കുകളാണ് ഉള്ളത്. ഓക്കെ, then we have section B. B സെക്ഷനിലേക്ക് വരുമ്പോൾ എന്താ നോക്കൂ, ആൻസർ ഇനി 8 ഫ്രം ക്വസ്റ്റ്യൻ 6 to 14. ഓക്കെ, 6 മുതൽ 14 വരെയുള്ളതിൽ 8 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. സുഖമായി അല്ലേ? അതിൽ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് 3 മാർക്സ് വീതമാണ് ഉള്ളത്. ഓക്കെ, then we have section 3. ഈ സെക്ഷൻ 3ൽ ആൻസർ ഇനി 10 ക്വസ്റ്റ്യൻസ് ഫ്രം 15 to 26. ഓക്കെ, 15 to 26ൽ 10 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം. ഈച്ച് ക്യാരീസ് 4 മാർക്സ്. ഓക്കെ, എല്ലാത്തിനും 4 മാർക്കാണ് ഉള്ളത്. Then we have section D. D സെക്ഷനിൽ എന്താ? യെസ്, ഡി സെക്ഷനിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? നമുക്ക് 27, 28 എന്നുള്ളത് essay ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതില് ഡയറക്ഷൻ ഉണ്ട് അല്ലെ? ആസ് പെർ ദ ഡയറക്ഷൻ വേണം നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അതിൽ 27th ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക? ഇറ്റ് ഹാവ് എ സെക്ഷൻ ആൻഡ് ബി സെക്ഷൻ അല്ലെ? എ പാർട്ടും ബി പാർട്ടും ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. വീണ്ടും സുഖമായി അല്ലേ? അതിന് 5 മാർക്കാണ്. ഓക്കെ, ദെൻ വി ഹാവ് 28th ക്വസ്റ്റ്യൻ. അതും സെയിം പാറ്റേൺ ആണ്. ആസ് പെർ ദ ഡയറക്ഷൻ നമുക്ക് എ പാർട്ടും ബി പാർട്ടും ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയാലായിട്ട് മതിയാവും. അതിന് 6 മാർക്സ് ആണ്. ഓക്കെ, ക്രിസ്മസ് എക്സാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയണം, എനിക്ക് ഡൗട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ, ഷുവർ ആഷ്ലി, എന്തായാലും ടീച്ചർ പറയും. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് തന്നെ അതിനാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും നാളെ നല്ല സ്കോർ വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, 70+ സ്കോർ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ, നമുക്ക് നാളത്തെ എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ആണ് ഉണ്ട്? എല്ലാവർക്കും അറിയില്ലേ? നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അല്ലെ? ഹിസ്റ്ററിയിൽ 4, ജോഗ്രഫിയിൽ 4. അതിൽ ഹിസ്റ്ററിയിൽ ഒരു ഹാഫ് ചാപ്റ്റർ ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സും ഉണ്ട്, ഹാഫ് പോർഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പൊ നോക്കാം. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ചാപ്റ്റർ ആരെങ്കിലും ഒരു 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. ഡോണ്ട് വറി, ഇപ്പോഴത്തെ ക്ലാസ് ശ്രദ്ധിച്ചാൽ പോലും നിങ്ങൾക്ക് നാളെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. അപ്പൊ സോഷ്യൽ സയൻസ് ആണ്, ഉറങ്ങണ സബ്ജക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്ത് ചെയ്താൽ മതി? അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. ഉഷാറായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചാൽ നാളെ നമുക്ക് 70+ മാർക്ക് കിട്ടണ പോലെ എഴുതാൻ പറ്റും. നമുക്ക് നമ്മുടെ പാരൻസിനെയും ഫ്രണ്ട്സിനെയും ഞെട്ടിക്കാനും പറ്റും. ഓക്കെ, സോ സോഷ്യൽ സയൻസ് 1 നമ്മുടെ ഹിസ്റ്ററി പാർട്ടാണ് അല്ലേ? ഹിസ്റ്ററി പാർട്ടിൽ നമുക്ക് 3rd ചാപ്റ്റർ നിന്നാണ് സ്റ്റാർട്ടിങ്. ദാറ്റ് ഈസ് ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, ഭൂമിദാനത്തിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 3 എന്ന് പറയുന്നത്. And we have chapter 4. Okay, chapter 4 എന്ന് പറയുന്നത് distribution of power in the Indian constitution. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയതിനെ കുറിച്ചാണ് ആ ചാപ്റ്റർ. നമുക്കറിയാം. We have chapter 5 for the exam. എന്താണ്? ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലുള്ള പോപ്പുലേഷനും ബർത്ത് റേറ്റും ഡെത്ത് റേറ്റിനെയൊക്കെ കുറിച്ചുള്ള ഡെമോഗ്രാഫിക് ട്രെൻഡ്സിനെ കുറിച്ചാണ്. Then we have chapter 7. Chapter 7 ഏതാ? എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ. എഗെയിൻ ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യത്തിലും ഭരണഘടനയിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, then we have social science 2 അല്ലെ? നമ്മുടെ ജോഗ്രഫി പാർട്ട് എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് 2ലും ഇതേപോലെ 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 4 ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ 3 ഏതാണ്? പ്ലാറ്റ്യൂ വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്. ഓക്കെ, മേജർ പ്ലാറ്റ്യൂസിനെ കുറിച്ച്, പെനിൻസുലർ പ്ലാറ്റ്യൂവിനൊക്കെ കുറിച്ചാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. ദെൻ ചാപ്റ്റർ 4 ഏതാണ്? ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, എക്കണോമിക് റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസിനെ ഒക്കെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ആണ്. Then chapter 5 ഏതാണ്? ഇന്ത്യൻ ഇക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ്. നമ്മുടെ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടേർഷ്യറി സെക്ടറേയും കുറിച്ചൊക്കെയുള്ള ഒരു ചാപ്റ്റർ ആണത് അല്ലേ? നമുക്ക് അറിയുന്ന ചാപ്റ്റർ ആണ്. ആൻഡ് വി ഹാവ് ചാപ്റ്റർ 7 ത്രൂ ദ സാൻഡി എക്സ്പാൻസീവ്. ഓക്കെ, നമ്മൾ താർ ഡെസേർട്ടിനെ ഒക്കെ കുറിച്ച് പഠിച്ച ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ? ഇനി ഏതെങ്കിലും ചാപ്റ്റർ ഫെമിലിയർ അല്ല മിസ്സേ, മറന്നുപോയി എന്നൊക്കെ ആർക്കെങ്കിലും ഇപ്പൊ വിഷമം
ഉണ്ടെങ്കിൽ പേടിക്കണ്ട. കാരണം എന്താ, നമ്മൾ ഇതൊക്കെ മേജർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയില്ലേ അല്ലേ? ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ് ക്ലാസ്. ഓക്കെ, ശ്രദ്ധിച്ച് നല്ല കുട്ടികളായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക, ഡൗട്ടുകൾ ചോദിക്കുക, പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് ബുക്കൊക്കെ എടുത്തിരിക്കാം. So we are starting with our chapter 3. Okay, നമ്മൾ സോഷ്യൽ സയൻസ് 1-ലെ ചാപ്റ്റർ 3-ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ് നമ്മുടെ ചാപ്റ്റർ 3? ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദി ഇന്ത്യൻ സൊസൈറ്റി അല്ലെ, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന് പറയുന്ന ഒരു അധ്യായമാണ്, അതൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ മേജർ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത് മുമ്പ് എന്താണ് ഈ ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദി ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യെസ്, നമ്മളെ പണ്ടത്തെ കാലത്ത് അല്ലെ, പോസ്റ്റ് മൗര്യൻ എംപയറിന് ശേഷമുള്ള ഭൂമിദാനം, ലാൻഡ് ഗ്രാൻഡിങ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം ശതവാഹനന്മാരുടെ കാലത്ത് തന്നെ എന്ത് നിലനിന്നിരുന്നു? ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം നിലനിന്നിരുന്നു അല്ലെ. അതിനുശേഷം ഇത് സ്ട്രോങ് ആയത് എപ്പോഴാണ്? ഗുപ്ത പീരീഡ്. അപ്പൊ ലാൻഡ് ഗ്രാൻഡ് എന്ന് ആലോചിക്കേണ്ട പേരെന്താണ്? ഗുപ്ത അല്ലെ. എൽ ഫോർ ലാൻഡ്, ജി ഫോർ ഗുപ്ത, LG. നമ്മൾ LG കമ്പനി എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി, ഇനി മറക്കോ? ഇല്ല. അപ്പൊ ഈ ഗുപ്ത കാലഘട്ടത്തിലാണ് നമ്മൾ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റവും ബ്രാഹ്മണിക്കൽ ഇമ്പോർട്ടൻസും എല്ലാം വന്നത്. ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആർട്ട്, സയൻസ്, ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് വന്നത് ഈ കാലഘട്ടത്തിലാണ്. സോ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ മേജർ ക്വസ്റ്റ്യൻസ് ആണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള മേജർ ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, ഈ പോർഷനിൽ നിന്നുള്ള മേജർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഗുപ്ത കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന, സൗത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന രണ്ട് സ്ട്രോങ് ആൾക്കാർ ആരൊക്കെയായിരുന്നു? യെസ്, പല്ലവാസ് ആൻഡ് പാണ്ഡ്യാസ്. ഓക്കെ, പാണ്ഡ്യന്മാരും പല്ലവന്മാരുമായിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്നത് അല്ലെ, സ്ട്രോങ് ആയിട്ട് നിലനിന്നിരുന്നത്. PP, ഓക്കെ, GP, നമ്മൾ GP എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ ഗുപ്ത പീരീഡിൽ നിലനിന്ന ആൾക്കാർ ആരാണ്? പാണ്ഡവന്മാരും പല്ലവന്മാരും. P². ഓക്കെ, യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ലാൻഡ് ഗ്രാൻറ്റഡ് ടു എ ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൻസ് വാസ് കോൾഡ് ഡാഷ്. എന്താണ്? ബ്രാഹ്മിൻസിന് ലാൻഡ്, ഭൂമി, ഓക്കെ, ഭൂമി ദാനം ചെയ്യുന്ന പ്രക്രിയയെ എന്താണ് പറയുന്നത്? എന്തായിരിക്കും പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് ബ്രാഹ്മധേയ എന്നാണ് പറയുന്നത്. എന്താ പറയണേ? ഇറ്റ് ഈസ് ബ്രാഹ്മധേയ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ബ്രാഹ്മിൻ വില്ലേജസ് were called as dash. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ബ്രാഹ്മിൻ വില്ലേജുകളെ എന്ത് പേരിലാണ് പറയുന്നത്? യെസ്, ദേ ആർ കോൾഡ് ആസ്, ഓർക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അഗ്രഹാരാസ്. അഗ്രഹാരം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ അഗ്രഹാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമകളിലാണെങ്കിൽ പോലും നമ്മൾ കേട്ട വാക്കാണ്. അപ്പോൾ ബ്രാഹ്മിൻ വില്ലേജസിനെ അഗ്രഹാരം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ land gifted to the deity or the temple came to be called dash. നമ്മൾ അമ്പലത്തിനോ ദേവന്മാർക്കോ ഒക്കെ ഭൂമി ദാനം കൊടുക്കുന്നതിനെ പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? യെസ്, ദാറ്റ് ഈസ് ദേവദാനം. ഓക്കെ, അതിനെ പറയുന്ന പേരെന്താണ്? ദേവദാനം. അപ്പോൾ ഈ ബ്രാഹ്മദേവനെ കുറിച്ചും അഗ്രഹാരാസിനെ കുറിച്ചും ദേവദാനത്തിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം പോയിന്റിന്റെ ഗൈഡ് പേജ് നമ്പർ 41 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യെസ്, പ്ലീസ് ടു റെഫർ ദോസ് പേജ്. ആ പേജ് റെഫർ ചെയ്താൽ ഇതിൽ നിന്നും ചോദിക്കാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ പറയുന്നത് എന്ന കൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടീച്ചർ ഇവിടെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് പറയുന്നത് അല്ലേ. അപ്പൊ ഈ കൺസെപ്റ്റിൽ ഡീപ്പിലേക്ക് പോകാനുള്ള ടൈം ലിമിറ്റേഷൻ നമുക്കുള്ളതുകൊണ്ടാണ് ടീച്ചർ ഒന്ന് സ്പീഡായിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണ് മിസ്സേ, അല്ലെങ്കിൽ മനസ്സിലാവണില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞേ നോക്കട്ടെ. ടീച്ചർ മാത്രമാണോ പറയണേ? നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ എന്നൊന്ന് ഞാൻ അറിയട്ടെ.
യെസ്, ശ്രദ്ധിക്കുന്നുണ്ട്, ക്ലിയർ ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പം വി ആർ മൂവിങ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. The South Indian style of temple building called Dravidan architecture was formed during whose period? നമ്മൾ പറഞ്ഞു ഗുപ്ത പീരീഡിൽ നിലനിന്നിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ദ്രാവിഡൻ ആർക്കിടെക്ചർ. ഈ ടേം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ദ്രാവിഡൻ രീതിയിലുള്ള വാസ്തുശില്പം, ഓക്കെ, അതൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അത് ഒരിക്കലും നിങ്ങൾക്ക് തെറ്റരുത് കേട്ടോ. DG തന്നെ ആലോചിക്കുക. ഓക്കെ, സോ ക്ലൂസ് തന്നിട്ടുണ്ട്. പാണ്ഡ്യാസ്, പല്ലവാസ്, ചോളാസ് ആൻഡ് ശതവാഹനാസ്. ആരുടെ കാലത്താണ്? യെസ്, ഇറ്റ് വാസ് ഇൻ ദ ടൈം ഓഫ് പല്ലവാസ്. നമ്മൾ പറഞ്ഞു പി സ്ക്വയർ എന്ന് പറഞ്ഞു അല്ലേ? പാണ്ഡ്യന്മാരും പല്ലവന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ ഇമ്പോർട്ടന്റ് ആരാണ് അതില്? ഈ ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏത് ഭാഗത്തുണ്ടായിരുന്നതാണ്? ദാറ്റ് ഈസ് ഓൺ ദ ടൈം ഓഫ് പല്ലവാസ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ കോളത്തിൽ ബി കോളമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് മാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? യെസ്, നമുക്ക് ഇതിന്റെ കൺസെപ്റ്റുകൾ അറിയണം. സോ നമ്മുടെ ഗൈഡ് ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ലെറ്റ്സ് സീ. മാമാൻസർ കേവ് ടെമ്പിൾ, മീനാക്ഷി ടെമ്പിൾ, ചാരിയോട്ട് ടെമ്പിൾ, രാധ ടെമ്പിൾ. ഇപ്പുറത്തെ അതാണ് സ്ഥലങ്ങളാണ് അല്ലേ? സോ ഇവിടെ കുറച്ച് അമ്പലങ്ങൾ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അമ്പലമൊക്കെ ഏത് സ്ഥലത്താണ് എന്നാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. നമുക്ക് പഠിക്കാം. മാമന്തർ കേവ് ടെമ്പിൾ കാഞ്ചീപുരത്താണ്. ഓക്കെ, മാമന്തൂർ കേവ് ടെമ്പിൾ എവിടെയാണ്? കാഞ്ചീപുരമാണ്. കാഞ്ചീപുരം നമ്മൾ സാരിയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? സോ മാമന്തൂർ കേവ് ടെമ്പിൾ MK എവിടെയാണ്? കാഞ്ചീപുരം. ദെൻ മീനാക്ഷി അമ്മൻ ടെമ്പിൾ. ഓക്കെ, ആക്ച്വലി അത് മീനാക്ഷി അമ്മൻ ടെമ്പിൾ എന്നാണ്. സോ മീനാക്ഷി ടെമ്പിൾ എവിടെയാണ്? മധുരയിലാണ്. MM അല്ലേ? MM. ചാരിയോട്ട് ടെമ്പിൾസ് മഹാബലിപുരം. ഓക്കെ, രഥം കൊണ്ടൊക്കെ ഉള്ള കൂടുതൽ അമ്പലങ്ങൾ എവിടെയാണ്? മഹാബലിപുരം. CM നമുക്ക് ചീഫ് മിനിസ്റ്റർ എന്ന് ആലോചിക്കാം. ഓക്കെ, ദെൻ രാധ ടെമ്പിൾ ദേവ്ഗഡ് RD. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ മാച്ച് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ MK MM അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നാളെ എക്സാമിന് ക്ലൂസ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഗൈഡ് എങ്ങനെയാ മിസ്സേ പർച്ചേസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ഗൈഡ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടീച്ചർ ഇടാം. നമുക്ക് അവൈലബിൾ ആണ്, എല്ലാ സ്റ്റോഴ്സിലും, നമുക്ക് ബുക്ക് സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ വെബ്സൈറ്റ് ടീച്ചർ എന്ത് ചെയ്യാം? താങ്ക് യു ഫോർ ദ ടിപ്പ്. ഓക്കെ, അപ്പോൾ ടീച്ചർ അതിൻ്റെ ലിങ്കുകൾ എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സോ യു ജസ്റ്റ് ഡു വിസിറ്റ് ദ വെബ്സൈറ്റ്. നമുക്ക് വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. യെസ്, വി ഹാവ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, വി ഹാവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സ്റ്റെൻഡഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിട്ടുള്ള ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഗൈഡാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഡു റെഫർ. ടീച്ചർ അങ്ങനെയാണ് പറയുന്നത്, കാരണം വി ഹാവ് എ 25 years ഓഫ് എക്സ്പീരിയൻസ് അല്ലേ? 25 years ഓഫ് എക്സ്പീരിയൻസ് എക്സലൻസിലുള്ള ഒരു ബുക്കാണ് ഇത്, എക്സാം പോയിന്റിന്റെ ഗൈഡ് എന്ന് പറയുന്നത്. സോ പ്ലീസ് നിങ്ങൾ വെബ്സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ നമ്മൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചാൽ മതി കേട്ടോ. സോ എപ്പോഴും 24/7 നമുക്കത് അവൈലബിൾ തന്നെ ആയിരിക്കും. ഓക്കെ, സൈൻ. Then we have the next question. Explain Dravidan architecture. Dravidan architecture explain ചെയ്യാനാണ് പറയുന്നത്. Dravidan architecture ടീച്ചർ അപ്ലൈ പറഞ്ഞു അല്ലേ? So temple buildings was there in India from ancient times. പഴയ പുരാതന കാലം മുതൽ തന്നെ നമുക്ക് ടെമ്പിൾ ബിൽഡിങ്ങുകൾ ഉണ്ട്, അമ്പലങ്ങൾ ഉണ്ട്. There were 3 styles of temple architecture. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. എന്താണ്? 3 styles of temple architecture ഉണ്ട്. ഏതൊക്കെയാണ്? നഖര, വസര ആൻഡ് ദ്രാവിഡൻ. ഏതൊക്കെയാണ് ആ സ്റ്റൈല്? നഖര, വസര, ദ്രാവിഡൻ. ഓക്കെ, ഈ നഖരയും വസരയും സ്റ്റൈല് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പൊ N നഖര, V വസര നോർത്ത് ഇന്ത്യ. ഓക്കെ,
ദെൻ ദ്രാവിഡൻ സ്റ്റൈല് സൗത്ത് ഇന്ത്യയിലാണ്. ദ്രാവിഡൻ സ്റ്റൈൽ എവിടെയാണ്? സൗത്ത് ഇന്ത്യയിലായിരുന്നു. പല്ലവാസ് were the first to prove excellence in ദ്രാവിഡൻ ആർക്കിടെക്ചർ. ദ്രാവിഡൻ ആർക്കിടെക്ചറിൽ പല്ലവന്മാർ, നമ്മൾ ഓൾറെഡി നേരത്തെ അത് ഡിസ്കസ് ചെയ്തു അല്ലെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ പല്ലവന്മാരാണ് ഇതിൽ എന്ത് ചെയ്തിരുന്നത്? എക്സലൻസ് പ്രൂവ് ചെയ്തിരുന്നത്. ഓക്കെ, കമന്റ് ബോക്സിൽ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ, ക്ലാസ് ശ്രദ്ധിക്കുക, നമുക്ക് കളിക്കാനുള്ള ടൈം അല്ല. ഓക്കെ, ദെൻ ആ 7th question, how is the practice of land grants spread to South India? ഓക്കെ, എങ്ങനെയാണ് ലാൻഡ് ഗ്രാൻഡ്, ഭൂമിദാനം സൗത്ത് ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ആയിട്ട് വന്നത്? So Brahmins were granted land by Gupta rulers spreading to South India by the 6th century. ഏത് കാലഘട്ടത്തിലാണ്? It was by the 6th century. ഓക്കെ, ആർക്കാണ് കൊടുത്തത്? ഗുപ്തന്മാർക്ക്. ഗുപ്തന്മാര് ബ്രാഹ്മിണൻസിന് കൊടുത്തു 6ാം നൂറ്റാണ്ടിൽ. ക്ലിയർ ആയില്ലേ? Okay, due to Brahmin migration from North India, the Pallavas and the Pandyas were South India's significant dynasty. അപ്പോൾ ബ്രാഹ്മിണൻസ് നോർത്ത് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പല്ലവന്മാരും പാണ്ഡ്യന്മാരുമായിരുന്നു സൗത്ത് ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത്. ജോഗ്രഫി പഠിപ്പിക്കുന്നുണ്ടോ? ജോഗ്രഫി എന്നല്ല, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ല ഒരു 8 ചാപ്റ്റേഴ്സ്. ഈ 8 ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. Okay, then granting land to Brahmins stimulated agricultural development. They are term kando, agricultural development in region, as their expertise in agricultural technology and climate contributed to the growth of agriculture. Le appo idile endakka karyam parnu? 6th century il parnu Guptas Brahmins nu koduthathu parnu Pallavanmarum Pandyanmarumayirunnu South Indiayile important aayittulla strong dynasties ennu parnu, സാമ്രാജ്യം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അഗ്രികൾച്ചറിന് കൂടുതൽ എക്സലൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടെ ഇതായിരുന്നു. ക്ലിയർ? ഓക്കെ, ദെൻ ടു ദ 8th question ട്ടോ. Compare Anuloma and Pratiloma marriages. ഓക്കെ, ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അനുലോമ ആൻഡ് പ്രതിലോമ മാരേജസിനെ കുറിച്ച് പറയാനായിട്ട്. ഇത് രണ്ടും നമുക്ക് അർത്ഥശാസ്ത്രയിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇന്റർകാസ്റ്റ് മാരേജിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് അനുലോമ മാരേജ് എന്ന് നോക്കാം കേട്ടോ. അനുലോമയാണ് ആദ്യം നോക്കുന്നത്. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ നമുക്കൊരു ഗ്രൂമും വേണം, ഒരു ബ്രൈഡും വേണം അല്ലേ. സോ ഇവിടെ ഗ്രൂം എന്ന് പറയുന്നത്, ഓക്കെ, ഗ്രൂം കല്യാണ പയ്യൻ എന്ന് പറയുന്നത് ഫ്രം അപ്പർ കാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അനുലോമയില് ഗ്രൂം എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റും ബ്രൈഡ് എന്ന് പറയുന്നത് ലോവർ കാസ്റ്റുമാണ്. ഓക്കെ, ബ്രൈഡ് എന്താണ്? ലോവർ കാസ്റ്റുമാണ്. ഇതിന്റെ റിവേഴ്സ് ആണ് പ്രതിലോമയില്. എന്താണ്? ഇവിടെ ബ്രൈഡാണ് അപ്പർ കാസ്റ്റും ഗ്രൂമാണ് ലോവർ കാസ്റ്റും പ്രതിലോമയില്. ഫൈൻ. അപ്പോൾ അനുലോമ ആൻഡ് പ്രതിലോമ ഇത് ഇന്റർകാസ്റ്റ് മാരേജസിനെ കുറിച്ച് പറയുന്ന അർത്ഥശാസ്ത്രത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അനുലോമയില് ഗ്രൂം ആണ് അപ്പർ കാസ്റ്റ്, ബ്രൈഡ് ആണ് ലോവർ കാസ്റ്റ്. പ്രതിലോമയില് ബ്രൈഡ് ആണ് അപ്പർ കാസ്റ്റ്, ഗ്രൂം ആണ് ലോവർ കാസ്റ്റ്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഓക്കെ, draw a flow chart representing the differences in land grants. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ശതവാഹനന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ എന്ത് നിലനിന്നിരുന്നു? നമ്മുടെ ഗുപ്ത ഡൈനാസ്റ്റി വരുന്നതിന് മുമ്പുള്ള ശതവാഹനന്മാരുടെ കാലത്ത് തന്നെ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം നിലനിന്നിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഈ ശതവാഹനന്മാർ കൊടുത്തതും നമ്മുടെ ഗുപ്ത കിങ്ഡം കൊടുത്ത ലാൻഡ് ഗ്രാൻഡും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ നമ്മൾ ഈ പ്രശ്നം കണ്ടുപിടിക്കുക? യെസ്, സിമ്പിൾ ആണ്. ഇവര് എങ്ങനെയാണ് ഈ ലാൻഡ് കൊടുത്തിരുന്നത് എന്ന് മാത്രം ഒന്ന് നമ്മൾ നോക്കിയാൽ മതി. സോ ഡിഫറൻസസ് ഇൻ ലാൻഡ് ഗ്രാൻഡ്സ്, അതാണല്ലോ നമ്മുടെ ടോപ്പിക്. അത് അങ്ങോട്ട് എഴുതി. 2 ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. ശതവാഹനന്മാരും ഉണ്ട്, ഗുപ്തന്മാരും ഉണ്ട്. അവരുടെ പേരും എഴുതി. അപ്പൊ ആ പണി കഴിഞ്ഞു. ഇനി അടുത്തതാരാ? ശതവാഹനന്മാര്. അവരെന്താ ചെയ്തിരുന്നേ? അവര് കൊടുത്തിരുന്ന ലാൻഡിലെ റിസോഴ്സസ്, അവിടെയുള്ള വിഭവങ്ങൾക്ക് മാത്രമുള്ള അധികാരമാണ് കൊടുത്തിരുന്നത്. ഓക്കെ, റൈറ്റ് ടു ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് ഓൺലി വാസ് ഗിവൺ. ശ്രദ്ധിച്ചോ? റൈറ്റ് ടു ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ്, ആ ലാൻഡിലുള്ള വിഭവങ്ങൾക്ക് മാത്രമുള്ള അധികാരം കൊടുത്തപ്പോ നമ്മുടെ ഗുപ്തന്മാർ എന്ത് ചെയ്തു? ഇവരെ വെട്ടി
ഉപയോഗിച്ചുകൊണ്ട് ലാൻഡിലെ റിസോഴ്സസിലുള്ള അധികാരവും അവിടെ വർക്ക് ചെയ്തിരുന്ന അവിടെ ഉള്ള ജനങ്ങളുടെ ലിവ് ചെയ്ത പീപ്പിൾസിന്റെ റൈറ്റ്സും കൊടുത്തു. അങ്ങനെയാണ് ഗുപ്തന്മാരെ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം സ്ട്രോങ് ആക്കിയത്. ഇനി തെറ്റുവോ? ഇല്ലല്ലോ. ഓക്കെ, ദെൻ what are the responsibilities of Gupta kings? Okay, Gupta kingsന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഇതിപ്പോ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാജാക്കന്മാരുടെ അധികാരങ്ങൾ എന്തൊക്കെയായിരിക്കും? അവരെ ഉത്തരവാദിത്തങ്ങൾ, അധികാരമല്ല, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരിക്കും? യെസ്, രാജ്യം സംരക്ഷിക്കണം, ആൾക്കാരെ സംരക്ഷിക്കണം, അവിടെ യുദ്ധങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണം, അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് എക്സാമിന് എഴുതാനായിട്ട് പറ്റും. സോ ലെറ്റ്സ് സീ. പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം aggressions. Okay, ആൾക്കാരെ അക്രമത്തിൽ നിന്നും രക്ഷിക്കണം. ഓക്കെ, then protect Brahmins, Shramanas and the weaker section. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണം. ബ്രാഹ്മിൻസിനെ, ശ്രമണാസിനെ ആൻഡ് വീക്കർ സെക്ഷൻ. അതിൽ ബുദ്ധിസ്റ്റും ജെയിൻ മോങ്സുകളും എല്ലാവരും വരും. ഓക്കെ, then administration of justice. നീതിന്യായം ഉണ്ടാക്കണം. നമ്മൾ പല ഫിലിംസിലൊക്കെ കാണും അല്ലേ, ബാഹുബലിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നീതി നടപ്പാക്കണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരേപോലെ എന്ത് ചെയ്യുക? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് നടത്തണം. ഓക്കെ, ദെൻ വാട്ട് were the changes brought about by the land grant process during the Gupta period? Okay, ഈ ഗുപ്ത പീരീഡിൽ നടന്ന ലാൻഡ് ഗ്രാൻഡ് പ്രോസസ്സിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ചേഞ്ച് കേട്ടോ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് അല്ലേ, ഡബിൾ ഇമ്പോർട്ടൻ്റ്. അതാണിപ്പോൾ പറയാൻ പോണേടാ. The king's authority over the donated land gradually declined. രാജാക്കന്മാര് ബ്രാഹ്മണന്മാർക്ക് എന്ത് കൊടുത്തു? ലാൻഡ് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി? രാജാക്കന്മാരുടെ അധികാരമൊക്കെ പോയി. ഓക്കെ, ഒബ്വിയസ്ലി അല്ലേ, നമ്മൾ പറയാണ് ഈ ബുക്ക് നീ വെച്ചോന്ന് പറഞ്ഞു, അവർക്കത് ഇഷ്ടപ്പെട്ടു അല്ലേ. ഞാൻ എൻ്റെ കയ്യിലുള്ള എക്സാം പോയിന്റ് ഗൈഡ് നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾക്കത് വെച്ചോ, നിങ്ങളത് നോക്കാൻ പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾക്ക് ആ ബുക്ക് ഭയങ്കര ഇഷ്ടമായി, എല്ലാം ഉണ്ട്, എന്തിനാ പിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കണേ അല്ലേ. അപ്പൊ എന്തായി? ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തരുമോ? ഇല്ല. അപ്പൊ എൻ്റെ അധികാരം പോയി. അതേപോലെ then the right to collect taxes and administrate justice over the donated land was transformed along with the ownership of land. ഓക്കെ, അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ലാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടാക്സ് പിരിക്കാനുള്ളതും എല്ലാത്തിൻ്റെ ഓണർഷിപ്പും ഒക്കെ ആർക്കാണ്? പിന്നെ ബ്രാഹ്മിൻസിനാണ്. ഓക്കെ, those who received the land grants also got the right to grant the land to someone else. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ ആ ബുക്ക്, നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? വേറൊരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കും. അതേപോലെ ലാൻഡ് ഗ്രാൻസിലൂടെ ബ്രാഹ്മിൻസിന് കിട്ടിയ ലാൻഡ് അവരെന്ത് ചെയ്യും? ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് കൊടുക്കും. അപ്പം ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്ത് രസമല്ലേ പ്രോസസ്സ്. സോ ദീസ് ആർ ദ മേജർ പ്രോസസ്. ഒരു പ്രോസസ്സും കൂടിയുണ്ട്. In course of time, the kings and the nobles began to give land grant instead of cash as remuneration for the services they received. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? സർവീസസ് ചെയ്തു കൊടുക്കുന്നതിന് രാജാക്കന്മാര് എന്ത് ചെയ്യാൻ തുടങ്ങി? റെന്യൂമറേഷന് പകരം, കാശ് കൊടുക്കുന്നതിന് പകരം സ്ഥലം ദാനം നൽകാനായിട്ട് തുടങ്ങി. ക്ലിയർ അല്ലേ? ഓക്കെ, then next question, 12th question. Sanskrit literature received royal practice during Gupta rule. Justify the statement. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സംസ്കൃതത്തിനായിരുന്നു അന്ന്, സാൻസ്ക്രിറ്റ് ഭാഷ അന്ന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നതാണ്. കാരണം എന്താ? ഇറ്റ് വാസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇതെന്തായിരുന്നു? അന്നത്തെ കാലഘട്ടത്തിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരുന്നു. ദെൻ ഈവൻ ബുദ്ധിസ്റ്റ് റൈറ്റ്സ് ഇൻ സാൻസ്ക്രിറ്റ്. ബുദ്ധിസ്റ്റുകൾ പോലും എഴുതിയിരുന്നത് സംസ്കൃതത്തിലായിരുന്നു. Plays, poem, grammars, dictionaries, etc. were written in Sanskrit during this period. എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതെല്ലാം എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? അത് എന്തായിരുന്നു? ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരുന്നു. ബുദ്ധിസ്റ്റുകൾ പോലും എന്താണ് എഴുതിയിരുന്നത്? സംസ്കൃത ഭാഷയിലാണ് എഴുതിയിരുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, so let's move to the next question. Explain the economic changes that brought by the spread of land grants to the South India. South Indiaയിലേക്ക് land grants കൊടുത്തു കഴിഞ്ഞപ്പോൾ വന്ന എക്കണോമിക് ചേഞ്ചസ് എന്താണ്? സാമ്പത്തിക
പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബ്രാഹ്മിൻസ് എൻഷുർഡ് എ ഹൈ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി ആൻഡ് ഇക്കോണമി ഓഫ് സൗത്ത് ഇന്ത്യ. ബ്രാഹ്മിൻസ് ആയിരുന്നു സൊസൈറ്റിയിൽ ഹൈ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ആൾക്കാർ. ഓക്കെ, ഇറ്റ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. കാരണം എന്താ, ബ്രാഹ്മിൻസിന് കുറേ ലാൻഡ് കിട്ടി. മനസ്സിലായില്ലേ? എൻ്റെ കയ്യിൽ കുറെ സ്ഥലമുണ്ട്, ഞാൻ ആ സ്ഥലമൊക്കെ നിങ്ങൾക്ക് തന്നു, അപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറെ സ്ഥലമായി, അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്തു, കൃഷി തുടങ്ങി. അപ്പോ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. The kings and the village administration encouraged agriculture by building reservoirs and providing irrigation system. Okay, നമ്മൾ ജലസേചന പദ്ധതികളും അങ്ങനത്തെ ഇറിഗേഷൻ ഫെസിലിറ്റീസും ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. The surplus of agricultural production led to the development of trade. Agriculture വളർന്നു, അങ്ങനെ അതിന്റെ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ അത് ട്രേഡിലേക്ക്, വാണിജ്യത്തിലേക്ക് പോയി. Along with internal trade, maritime trade also grew. Okay, നമുക്ക് സീ റൂട്ട് വഴിയുള്ള ട്രേഡുകളും അന്നത്തെ കാലത്ത് നടപ്പിലായി. അപ്പോൾ എന്തൊക്കെ പറയണം, ബ്രാഹ്മിൻസ് പൊസിഷൻ എൻജോയ് ചെയ്തിരുന്നു എന്ന് പറയണം, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യണം, ട്രേഡ് വരണം, ഇന്റേണൽ ട്രേഡിന് പുറമേ നമുക്ക് മാരിടൈം ട്രേഡ് കൂടെ വരണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തെഴുതണം. Then next question, explain the following. Stupas and sanghas. സ്തൂപങ്ങളും സംഘങ്ങളെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ. സ്തൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? They are the buildings built on sites where the physical remains of Buddha or objects used by the Buddha were buried. Stupas are made in semi-circular shape. Okay, ബുദ്ധന്റെ ഫിസിക്കൽ റിമെയിൻസും ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ബറീഡ് ചെയ്ത സ്ഥലമാണ് സ്തൂപ എന്ന് പറയുന്നത്. ഇതൊരു സെമി സർക്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, then what is sanghas? Sanghas എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? Sanghas of monks were formed to propagate Buddhism. Okay, Buddhism propagate ചെയ്യാനാണ് സംഘങ്ങൾ ചേർന്നത്. Women of Sangha were known as Bhikshunis. Women, ആ സംഘത്തിലുണ്ടായ സ്ത്രീകളെ ഭിക്ഷുണികൾ എന്നും men were called as bhikshus എന്നും പറഞ്ഞിരുന്നു. നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ, Bhikshunis and bhikshus. Okay, then to the 15th question, discuss the characteristics of the Samanta system that came into existence during the Gupta period. Gupta periodil undaya Samanta സിസ്റ്റത്തിനെ കുറിച്ച് പറയാനാണ്. ഓക്കെ, പുതിയൊരു പേര് കിട്ടു അല്ലേ, സമന്ത. ആക്ച്വലി നിങ്ങൾ കൂടുതൽ കേട്ട പേര് സമന്ത എന്നായിരിക്കും, നടികളെയൊക്കെ അല്ലെ, നടീനെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ with the widespread practice of land grants, a powerful section of landowners with immense wealth and influence were formed in the society. എന്താണ് നമ്മുടെ സമൂഹത്ത് ഇമ്മെൻസ് വെൽത്തും ഇൻഫ്ലുവൻസ് എല്ലാം തന്നെ ഉണ്ടായി ഈ ലാൻഡ് ഗ്രാൻസിലൂടെ കേട്ടോ. Those who worked on the land become rightless dependent of the landlords. Okay, അപ്പോൾ അവിടെ വർക്ക് ചെയ്തവരെല്ലാം ആരായി മാറി? റൈറ്റ്ലെസ് ഡിപ്പെൻഡന്റ് ആയിട്ട് മാറി. In such a system, the farmers, the agriculture laborers and the slaves were born to the land. Okay, അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായ ഫാമേഴ്സ്, കൃഷിക്കാരായിക്കോട്ടെ, തൊഴിലാളികളായിക്കോട്ടെ, അടിമകളായിക്കോട്ടെ, അവര് ലാൻഡിനോട്, കാരണം അവരുടെ എല്ലാം ഇപ്പൊ ലാൻഡാണ് അല്ലേ. ഇപ്പൊ നമ്മൾ ആരെന്ത് വിളിച്ചാലും നമ്മൾ എവിടെയെങ്കിലും പോവില്ല, നമ്മളിപ്പോൾ പറയും അയ്യോ ഇല്ല ഞാൻ ക്രിസ്മസ് എക്സാം ആണ് നാളെ, ഞങ്ങൾ പഠിക്കുകയാണ്, ഇതല്ലേ നമ്മൾ പറയുക അല്ലേ. അതേപോലെ അവര് വേറെ ഒന്നിനും ഇല്ല, അവരും ഉണ്ട്, അവരുടെ സ്ഥലവും ഉണ്ട്, ലാൻഡുമായിട്ട് അവർ അത്രമാത്രം അറ്റാച്ച്ഡ് ആയി മാറി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തേർഡ് ചാപ്റ്ററിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ അല്ലേ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒന്നും കൂടെ റെഫർ ചെയ്യണം, ഒന്നും കൂടെ പഠിക്കണം. ഈ PPTs എല്ലാം ഒന്നും കൂടെ നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോട്ടെ. ആർ യു റെഡി? ഇല്ലേ എല്ലാവരും ഇവിടെ? യെസ്, ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് സീ ചാപ്റ്റർ 4, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം? ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് നോക്കട്ടെ.
യെസ്, നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചു? പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ എന്തിനൊക്കെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്? പ്രസിഡന്റ് വന്നു, പ്രൈം മിനിസ്റ്റർ വന്നു, ഇന്ത്യൻ ഫെഡറലിസത്തിനെ കുറിച്ച് പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചു അല്ലേ? സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. സോ let's see the major questions. Explain the features of the constitution. Okay, explain the features. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേജർ ഫീച്ചറുകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെന്താണ്? ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. Then പാർലമെന്ററി ഡെമോക്രസി. നമുക്കറിയാം നമ്മളൊരു പാർലമെന്ററി ഫോം ഓഫ് ഡെമോക്രസി ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ. ഓക്കെ, ഇതിൽ റിജിഡും ഉണ്ട്, നമുക്ക് മാറ്റാൻ പറ്റാത്തതുമുണ്ട്, പക്ഷെ നമുക്ക് ഫ്ലെക്സിബിളും ആണ്, മാറ്റാൻ പറ്റുന്നതുമായ രീതിയിലാണ് നമ്മൾ ഇതിനെ സ്ട്രക്ചർ ചെയ്ത് വച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക അവകാശങ്ങൾ അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്, മൗലികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, നമ്മുടെ ഡ്യൂട്ടീസിനെയും കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മുടെ കയ്യിലുണ്ട്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, 2 ടൈപ്പ് ഉണ്ട് അല്ലേ? നമുക്ക് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. ദെൻ ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്, ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. An independent and impartial judiciary. Legislature, executive, judiciary എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ദെൻ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട് അല്ലേ? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കമ്മീഷൻസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേജർ ഫീച്ചേഴ്സ്. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. Okay, then we have the next question. Choose the correct statement which is related to the resignation of the president. പ്രസിഡന്റിന്റെ റെസിഗ്നേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറയണത്. നമുക്കറിയാം പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എക്സിക്യൂട്ടീവ് ഹെഡ് ആണ് നമ്മുടെ. പിന്നെ നമുക്ക് എന്തറിയാം? യെസ്, 35 years ആവണം പ്രസിഡൻഷ്യൽ ഇലക്ഷന് നിൽക്കാൻ. ഹി വാണ്ട് ടു ഗീവ് ഹിസ് റെസിഗ്നേഷൻ ടു ദ വൈസ് പ്രസിഡന്റിന് കൊടുക്കണമെന്ന് നമുക്കറിയാം. 65 വയസ്സ് വരെയാണ് നമുക്ക് നിൽക്കാൻ പറ്റണേന്ന് നമുക്കറിയാം. ടെന്യൂറ് അല്ലെങ്കിൽ 5 years, അങ്ങനത്തെ കാലഘട്ടം ഒക്കെ നമ്മൾ പഠിച്ചു. സോ നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം കേട്ടോ. The president has to submit a resignation to the vice president. The president should submit the resignation to the prime minister. The president shall submit the resignation to the governor. The cabinet minister shall submit the resignation to the president. Yes, നമുക്കറിയാം ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കാരണം the president has to submit the resignation to the vice president. ആർക്കാണ് കൊടുക്കേണ്ടത്? വൈസ് പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്. Okay, so moving to the third question, the judiciary is known as the guardian of the constitution. Explain. ഗാർഡിയൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആരും ഓർമ്മ വരും? യാസ്, നമ്മുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളെയൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലേ? അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ, നമ്മുടെ ഭരണഘടനയുടെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജുഡീഷ്യറി ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം എന്താണ് ജുഡീഷ്യറി ചെയ്യുന്നത്? ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസ് ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ എക്സിക്യൂട്ടീവ്സും ലെജിസ്ലേറ്റീവ്സും എല്ലാം എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ. നമ്മുടെ ഒക്കെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യും, നമുക്കൊക്കെ അവകാശങ്ങളുണ്ട്, ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ആള് ജുഡീഷ്യറിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് വാല്യൂസ്. ഓക്കെ, മൂല്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊട്ടക്ടർ ആണ് നമ്മുടെ ജുഡീഷ്യറി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ജുഡീഷ്യൽ റിവ്യൂ? എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നാളെ പരീക്ഷയാണ് കേട്ടോ, രാവിലെയാണ് പരീക്ഷ. നോക്കട്ടെ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ.
ആർക്കും ഓർമ്മയില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. എന്താണ്, പഠിച്ചില്ലേ? സാരമില്ല, ജുഡീഷ്യൽ റിവ്യൂ ടീച്ചർ പറഞ്ഞു തരാം. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ സുപ്രീം കോർട്ട് ടു എക്സാമിൻ ദ constitutionality of any law made in the parliament or the orders passed by the executive. ഓർഡേഴ്സ് എക്സിക്യൂട്ടീവ് പാസ് ചെയ്ത ഓർഡറും ലെജിസ്ലേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോസും എല്ലാം റിവ്യൂ ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ എന്ത് കിട്ടിയാലും റിവ്യൂ ചെയ്യും അല്ലേ? അപ്പൊ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന ആളാണ് ജുഡീഷ്യറി. ഇതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. സിമ്പിൾ ആയില്ലേ ഇപ്പോൾ? ഓക്കെ. If the court arrives at the conclusion that the law is inconsistent with the provision of the Constitution, such a law is declared unconstitutional and inapplicable. എന്താണ്, ഏതെങ്കിലും ഒരു നിയമം ശരിയല്ല, വേണ്ട, അല്ലെങ്കിൽ അത് വേണ്ട, എന്തെങ്കിലും രീതിയിൽ അത് ഇൻഅപ്ലിക്കബിൾ അല്ല എന്ന് തോന്നിയാൽ നമ്മുടെ ജുഡീഷ്യറി അതിനെ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, സോ what is the role of Supreme Court under its writ jurisdiction? Okay, writ സമയത്ത് സുപ്രീം കോർട്ടിന്റെ എന്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? റോളിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ടേം ഗൈഡിന്റെ പേജ് 73 ഓക്കെ, ഫസ്റ്റ് ടേം പേജ് 73 നമ്മൾ എക്സാം പോയിന്റ് ഗൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ റെഫർ ചെയ്യാതൊന്ന്. So under the writ jurisdiction, the Supreme Court has the power to issue special orders in the form of writs for the protection of fundamental rights when they are violated. എന്താണ് writ jurisdictionൽ പറയുന്നത്? സുപ്രീം കോർട്ടിന് അധികാരമുണ്ട്. എന്തിന്റെ അധികാരമുണ്ട്? ഇഷ്യൂ സ്പെഷ്യൽ ഓർഡേഴ്സ്, സ്പെഷ്യൽ ഓർഡറുകൾ ഇഷ്യൂ ചെയ്യാൻ. എന്തിനു വേണ്ടിയിട്ട്? To writ of the protection of fundamental rights. ഓക്കെ, നമ്മുടെ മൗലിക അവകാശങ്ങൾ ആരെങ്കിലും തെറ്റിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നി നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ സുപ്രീം കോടതിക്ക് അതിലിടപെടാനുള്ള അവകാശമുണ്ട്. ഇതിനെയാണ് നമ്മൾ റിറ്റ് ജുറിഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ പേജ് 73 ഓഫ് ദ എക്സാം പോയിന്റിൽ കൂടുതലായിട്ടും നമുക്ക് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്ത് വായിക്കാം. Then what was the objective resolution presented by Nehru? നെഹ്റു പ്രസന്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് നമുക്ക് നോക്കാം. The objective resolution presented by Jawaharlal Nehru declared the Constitution Assembly's determination to make India an independent sovereign republic and frame a constitution. എന്താണ് പറയുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് ഫ്രെയിം ചെയ്തത്. ഓക്കെ, ഇറ്റ് എംഫസൈസ്ഡ് ദ എൻഷുറിംഗ് ഓഫ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫണ്ടമെന്റൽ ഫ്രീഡം ഫോർ ഓൾ സിറ്റിസൺ. ഇന്ന് നമ്മൾ എവിടെ വേണമെങ്കിലും ഇഷ്ടം പോലെ പോകുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, അല്ല ഇഷ്ടമുള്ള സിനിമ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് അതിനുള്ള റൈറ്റ് ഉള്ളതുകൊണ്ടാണ്. ഈ റൈറ്റ് എല്ലാം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? Okay, so moving to the seventh question, what are the key powers of the Supreme Court? Supreme Court inde key powers endakiyana ennaanu. The Supreme Court came into existence in 28 January 1950. Its headquarters is in New Delhi. New Delhi ilana idinte headquarter varunathu. The retirement age of Supreme Court judges is 65. 65 vayasana Supreme Court judges inde retirement age. The Parliament has the power to remove judges of the Supreme Court before completing his or her term. Okay, അപ്പോൾ പാർലമെന്റിന് എന്തുണ്ട്? ജഡ്ജിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പാർലമെന്റിനാണ് ഇത് റിമൂവ് ചെയ്യാൻ, ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ ടീച്ചർമാർ പറയില്ല കുറച്ചു നേരം ഒന്ന് എണീച്ച് നിന്നോളാൻ, അതേപോലെ ഏടാ. It is before the president that the Chief Justice and the other judges talk oath as well as submit their resignation. പ്രസിഡന്റിന്റെ
മുമ്പിലാണ് ചീഫ് ജസ്റ്റിസും അതർ ജസ്റ്റിസ് എല്ലാം ഓത്തെടുക്കുന്നത്. ഓത്തെടുക്കാന്ന് കേട്ടിട്ടില്ലേ? നമ്മളിങ്ങനെ പ്രസംഗിക്കുക, ഒരു പേപ്പറൊക്കെ കിട്ടിയിട്ട് കാര്യങ്ങൾ പറയാം. യെസ്, അപ്പൊ ഓത്തെടുക്കുന്നതും അവരുടെ റെസിഗ്നേഷൻ കൊടുക്കുന്നതും. ദ സുപ്രീം കോർട്ട് ആക്ട് ആസ് ദ സുപ്രീം ഇന്റർപ്രിറ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗൈഡൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് വൈൽ പ്രൊവൈഡിങ് സൊല്യൂഷൻസ് ടു വേരിയസ് ലീഗൽ ഡിസ്പ്യൂട്ട്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ, ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് പോകാൻ എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സുപ്രീം കോർട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഉറങ്ങി എല്ലാവരും? ഇല്ലേ? ഉണ്ട് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ സ്ട്രക്ചർ ആൻഡ് ലെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറും ലെങ്ത്തും എന്താണ് എന്നാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം. കംപ്രൈസിങ് എ പ്രിയാമ്പിൾ. എന്തൊക്കെയുണ്ട് ഒരു പ്രിയാമ്പിൾ? എന്ത് പ്രിയാമ്പിൾ? എല്ലാവരും കേട്ടിട്ടില്ലേ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാസ് solemnly resolved to constitute ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ പ്രിയാമ്പിൾ എന്നുള്ള ടേം പഠിച്ചാൽ മതി. Then we have 470 articles in 25 part. Okay, 12 schedules ഉണ്ട് and numerous amendments. ഒരുപാട് അമെൻമെന്റുകളും ഉണ്ട്, ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് ഡോക്യുമെന്റ് കണ്ടെയ്നിങ് അബൌട്ട് 1.5 million words. ഓക്കെ, 1.5 million words ഉള്ള വലിയൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ അല്ലേ നമ്മൾ ആൾക്കാര്. ദെൻ ഡിഫൈൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇസ് ദ മേക്കിംഗ് ഓഫ് കറക്ഷൻസ്, ഒമിഷൻസ് ഓർ അഡീഷൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ power to amend the Constitution of India is vested with Parliament. Article 368 empowers the Parliament to amend the Constitution. ആർട്ടിക്കിൾ 368 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റിനെ കുറിച്ച് പറയുന്നത്. പിന്നെ എന്ത് പറയുന്നുണ്ട്? യെസ്, പാർലമെന്റിനാണ് ഇത് അമെൻഡ് ചെയ്യാനുള്ള അധികാരം. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ളതിനെ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും കളയാനോ ഒക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ഡിഫൈൻ എ മോർ റിജിഡ് അമെൻമെന്റ്. ഒരു മോർ റിജിഡ് അമെൻമെന്റിനെ കുറിച്ച് പറയാൻ നമുക്കറിയാം. നമുക്ക് ഫ്ലെക്സിബിൾ ഉണ്ട്, റിജിഡ് ഉണ്ട്, മോർ റിജിഡ് അമെൻമെന്റ് ഉണ്ട്. അപ്പൊ ഈ മോർ റിജിഡ് അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില അമെൻമെന്റുകൾ പാസ്സാക്കണമെങ്കിൽ അവിടെ ഉള്ളതിൽ ഹാഫിൽ കൂടുതൽ ആൾക്കാർ എഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് ചില അമെൻമെന്റുകൾ പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ മോർ റിജിഡ് അമെൻമെന്റ് എന്ന് പറയുന്നത്. സം വെരി ക്രൂഷ്യൽ പ്രൊവിൻഷൻസ് ക്യാൻ ബി അമെൻഡഡ് ഓൺലി വിത്ത് ദ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ് അലോങ് വിത്ത് അപ്രൂവൽ നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്. ഇപ്പൊ ടീച്ചർ പറഞ്ഞു അല്ലേ? എക്സാമ്പിൾസ് ആർ ദ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രും സ്റ്റേറ്റിന്റെയും പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് ഈ പറഞ്ഞ പോലെ മോർ റിജിഡ് അമെൻമെന്റ് വഴിയാണ്. റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട്, ഇതെല്ലാം ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഈ പറയുന്ന മോർ റിജിഡ് അമെൻമെന്റിലൂടെയാണ്. ഓക്കെ, so moving to the next chapter, that is demographic trends in India. ഇന്ത്യയിലെ demographic trends. ഓക്കെ, ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകളെ കുറിച്ചാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് എന്താ പഠിക്കുന്നത്? യെസ്, we are studying about population, death rate, അതിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇതുവരെ ക്ലിയർ ആയോ? 2 ചാപ്റ്റേഴ്സും അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ക്ലിയർ ആയോ? ഒന്ന് വേഗം ഉത്തരം പറഞ്ഞേ നോക്കട്ടെ. എവിടെ? നാളെ എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ എവിടെ? കാണാനില്ലല്ലോ. യെസ്, ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ക്ലിയർ ആണ്. യെസ്, ഓക്കെ, ക്ലിയർ. ഷോൾ വി മൂവ്? യാ, അപ്പൊ നമുക്ക് പോവാട്ടോ. വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. So what do you mean by demography? എന്താണ് ഡെമോഗ്രഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെമോഗ്രഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ്. എന്താണ് ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ച് ആസ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്, മൈഗ്രേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ജനസാന്ദ്രതയെക്കുറിച്ചും മൈഗ്രേഷനെ കുറിച്ചും ജനസംഖ്യാ നിരക്കും മരണസംഖ്യാ നിരക്കിനെ കുറിച്ചും എല്ലാം ഉൾപ്പെടുന്ന ഒരു പഠന ശാഖയാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ,
So it analyzes the diverse human resources of an area and its structural changes. മനുഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് വിഭവങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുകയും അതിൽ ഘടനാപരമായ മാറ്റങ്ങൾ സ്ട്രക്ചറൽ ചേഞ്ചസ് വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് ഹൗ ദീസ് ഹ്യൂമൻ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് എ സൊസൈറ്റി. അപ്പൊ ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ സ്ട്രക്ചർ, ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, മൈഗ്രേഷനെ കുറിച്ചൊക്കെ പഠിക്കും. എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ച് പഠിക്കും. ഹൗ ദീസ് ഹ്യൂമൻ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ്. ഓക്കെ, ബെറ്റർ ഹ്യൂമൻ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ച് പഠിക്കാനും നമ്മുടെ ഡെമോഗ്രഫി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. The next one, what are the factors which influence the പോപ്പുലേഷൻ സൈസ്? ഓക്കെ, പോപ്പുലേഷൻ സൈസിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിലെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്നത് എന്തൊക്കെയാണ്? എത്ര പേര് ഉണ്ട്, എത്ര പേര് ക്ലാസ്സിൽ ഇല്ല, ഇങ്ങനെയൊക്കെയാണ് അല്ലേ? അതേപോലെ തന്നെയാണ് ബർത്ത്, ഒരു സ്ഥലത്ത് ജനനം, മരണം, മൈഗ്രേഷൻ. ഓക്കെ, ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തിലേക്ക് പോവാം. ദെൻ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ്, എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സുകൾ ഉണ്ടാവാം. അതിലെന്തൊക്കെ വരാം? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരാം, ക്ലൈമറ്റിക് ചേഞ്ച് എല്ലാം വരാം. ദെൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, രാഷ്ട്രപരമായിട്ടുള്ള മാറ്റങ്ങൾ വരാം. വാർ, യുദ്ധം വരാം, കുറേ പേര് മരിച്ചു പോവാം. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റീസ് വരാം, ഗവൺമെന്റിന്റെ പോളിസീസ് വരാം. ഇതെല്ലാം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പോപ്പുലേഷന്റെ ഡെൻസിറ്റിനെ അല്ലെങ്കിൽ പോപ്പുലേഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ദിസ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. Then what is density of population? എന്താണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ജനസാന്ദ്രത? ഒരു സ്ഥലത്ത് എത്ര പേരുണ്ടോ അതിനെയാണ് നമ്മൾ ജനസാന്ദ്രത എന്ന് പറയുന്നത്. സോ അത് നമ്മളൊരു ടെക്നിക്കലി നമുക്കൊരു ഇക്വേഷൻ പോലെ അല്ലെങ്കിൽ നമുക്കൊരു ടേം ആയിട്ട് നമുക്കിത് പഠിക്കാം. The average population per square kilometer is called density of population. Okay, ഒരു per square കിലോമീറ്ററിൽ എത്ര ആൾക്കാരുണ്ട്? ഇവിടെയൊക്കെ ആൾക്കാരാണ് അല്ലേ? എത്ര ആൾക്കാരുണ്ടോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത് കേട്ടോ. ആവറേജ് പോപ്പുലേഷൻ per square kilometer. Then why do some Indian states have higher population growth and some have lower? എന്തുകൊണ്ടാണ് ചില ഇന്ത്യൻ സ്റ്റേറ്റ്സിന് കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്തും ചില ഇന്ത്യൻ സ്റ്റേറ്റ്സിന് കുറവ് പോപ്പുലേഷനും? കാരണം എന്തായിരിക്കും? അവിടുത്തെ സാഹചര്യങ്ങളായിരിക്കും അല്ലേ? ക്ലൈമറ്റ് ഒരു ബാധകമാണ് അല്ലേ? നന്നായി എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ലഭ്യത. ദെൻ കോസ്റ്റ് ഓഫ് ലിവിങ്, ചില സ്ഥലത്ത് താമസിക്കാൻ ഭയങ്കര ചീപ്പായിരിക്കും, പക്ഷെ ചില സ്ഥലത്ത് അങ്ങനെ ആയിരിക്കില്ല. സോ കോസ്റ്റ് ഓഫ് ലിവിങ് നോക്കണം. ആക്സസ് ടു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ടോ നോക്കണം. പെട്ടെന്നൊന്ന് രാത്രി എന്തെങ്കിലും വയ്യാണ്ടായാലോ അല്ലെങ്കിൽ നാളെ പരീക്ഷയാണെന്ന് ആലോചിച്ച് നമുക്കൊരു കള്ളപ്പനിയൊക്കെ വന്നാലോ എന്ത് ചെയ്യണം? നമ്മൾ ഹെൽത്ത് കെയർ, നമ്മളെ വീട്ടുകാർ വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും അല്ലേ? സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കണം. ദെൻ ഡെവലപ്മെന്റ് ലെവൽസ് ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഓരോ സംസ്ഥാനത്തും ഡെവലപ്മെന്റ്, ആ സംസ്ഥാനത്തെ ഡെവലപ്മെന്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ പോവുക. സോ ഓൾ ദീസ് ആർ ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് പോപ്പുലേഷൻ കൂടുതലും പോപ്പുലേഷന് കുറയാനുമുള്ള സാധ്യതയുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ദെൻ how the population growth affect the birth rate and death rate? എങ്ങനെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വളർച്ച ബർത്ത് റേറ്റിനെയും ഡെത്ത് റേറ്റിനെയും ബാധിക്കുന്നത്? എങ്ങനെയായിരിക്കും? യെസ്, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോസ് ഡൗൺ, പോപ്പുലേഷൻ ഗ്രോത്ത് കുറയും എപ്പോൾ? ബർത്ത് റേറ്റ് ഈസ് ലോ ആൻഡ് ഡെത്ത് റേറ്റ് ഈസ് ഹൈ. ഇമ്പോർട്ടൻ്റ് ആണ്. Population growth slows down when birth rate is low. ജനസംഖ്യ ഉണ്ടാവുന്ന ബർത്ത് റേറ്റ് കുറവും ഡെത്ത് റേറ്റും കൂടുമ്പോൾ എന്ത് കുറയും? പോപ്പുലേഷൻ ഗ്രോത്ത് കുറയും. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും എപ്പോ? ബർത്ത് റേറ്റ് കൂടും, ഡെത്ത് റേറ്റ് കുറയുമ്പോൾ. ഇതിന്റെ വൈസ് വേഴ്സ. ഓക്കെ, then what are the factors that contribute to the high life expectancy in
കേരള. കേരളത്തിലെ ആയുർദൈർഘ്യം ഭയങ്കര കൂടുതലാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ അമ്മമ്മമാര്, മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും അല്ലേ. എന്താ അവരൊക്കെ ഏജ്ഡ് ആണ്, ബട്ട് അവർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ദേ ആർ ഹൈ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. എന്തുകൊണ്ടായിരിക്കും? യെസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹൈ ലിറ്ററസി റേറ്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. നമുക്ക് ലിറ്ററസി റേറ്റും എഡ്യൂക്കേഷനും ഉണ്ട്. ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസീസ്. ഓക്കെ, ഒരുപാട് നല്ല നല്ല പബ്ലിക് ഹെൽത്ത് പോളിസീസ് ഉണ്ട്. ക്ലീനിനെസ്, നമ്മുടെ വൃത്തി, ശുചിത്വം കാര്യങ്ങൾ. ഫുഡ് അവൈലബിലിറ്റി ആൻഡ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഫുഡ് അവൈലബിലിറ്റി, നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. സോ മെനി ഫാക്ടേഴ്സ് ആർ ഹിയർ. അപ്പോൾ ഇത് നമ്മുടെ ഗൈഡ് ഫസ്റ്റ് ടേം എക്സാം പോയിന്റിന്റെ സോഷ്യൽ സയൻസ് ഗൈഡ് പേജ് 87 ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഫാക്ടേഴ്സ്. പ്ലീസ് ഡു റെഫർ. ഓക്കെ, ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഫാക്ടേഴ്സ് മനസ്സിലാക്കാം. സിമ്പിൾ ഏതെങ്കിലും ഒരു 3 എണ്ണം എക്സാമിന് എഴുതിയാൽ മതിയാവും. ഡിപ്പെൻസ് അപ്പോൺ ദ മാർക്ക് ട്ടോ. Then compare sex ratio and child sex ratio. ഓക്കെ, നമ്മുടെ സ്ത്രീ പുരുഷ റേഷ്യോവും അതേപോലെ തന്നെ ചൈൽഡ് സെക്സ് റേഷ്യോ ആണ് ചോദിക്കുന്നത്. Sex ratio is the number of females per 1000 males in a particular area during a specific period of time. എന്താണ് പറയുന്നത്? സെക്സ് റേഷ്യോ, സ്ത്രീ പുരുഷാനുബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. 1000 ആണുങ്ങൾക്ക് എത്ര സ്ത്രീകൾ, നമ്പർ ഓഫ് ഫീമെയിൽസ് എന്നാണ് പറയുന്നത്. ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ. ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഈസ് 1000 മെയിൽസിൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 years. Okay, this division is also so important, so please do study. Okay, then next question. Okay, അപ്പോൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ ജോസ്നി ക്ലിയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. Explain the 2 major types of migration. Okay, 2 major types of migration. ഓക്കെ, നമുക്കറിയാം വി ഹാവ് ഇന്റേണൽ മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തിലേക്ക് പോവാൽ അതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സോ വി ഹാവ് ഇന്റേണൽ മൈഗ്രേഷൻ ആൻഡ് വി ഹാവ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. ഇന്റർനാഷണൽ മൈഗ്രേഷനും ഉണ്ട്, ഇന്റേണൽ മൈഗ്രേഷനും ഉണ്ട്. ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ ഉള്ളിൽ തന്നെ, ഓക്കെ, വിത്തിൻ എ സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയും. ഒരു സ്റ്റേറ്റിന്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇന്റേണൽ ആൻഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. അപ്പൊ ഇന്ത്യയുടെ ഉള്ളിൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് നമ്മൾ ആസാമോ അല്ലെങ്കിൽ അവിടേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. പക്ഷെ കേരളത്തിൽ നിന്ന് നമ്മൾ അമേരിക്കയോ ഫ്രാൻസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. ക്ലിയർ ആയില്ലേ? ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. Then moving to the next question, what do you mean by demographic dividend or demographic gift? Demographic dividend അഥവാ demographic gift എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് വർക്കിംഗ് ഏജ്. ഓക്കെ, നോൺ വർക്കിംഗ് എംപ്ലോയീസിനേക്കാൾ കൂടുതലാണ് നമ്പർ ഓഫ് വർക്കിംഗ് ഏജ് പീപ്പിൾ എങ്കിൽ, എംപ്ലോയിഡ് പീപ്പിൾ എങ്കിൽ അതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. നമ്പർ ഓഫ് എംപ്ലോയിഡ് പീപ്പിൾ മോർ ദാൻ നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ്. ഓക്കെ, തൊഴിലില്ലാതിരിക്കുന്നവരെക്കാൾ കൂടുതൽ തൊഴിലുള്ളവരാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെമോഗ്രാഫിക് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so it is also an important question. ശ്രദ്ധിച്ചോളാ. number of employed is more than number of unemployed. Okay, then what are the social problems in densely populated area? ഒരു densely populated areasലുള്ള ജനസംഖ്യ കൂടുതലുള്ള ഒരു ഏരിയയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? പൊല്യൂഷൻ അല്ലേ, ഇഷ്ടം പോലെ വണ്ടികളും പൊല്യൂഷനും ബിൽഡിങ്സും എല്ലാം ഉണ്ടാവും. then lack of water shortage അല്ലെ, വെള്ളമില്ലായ്മ, വെള്ളം ലഭ്യതയില്ലായ്മ. then crowding, തിരക്കായിരിക്കും. നമുക്ക് ചില സമയത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ബ്ലോക്ക് കിട്ടും, തിരക്കായിരിക്കും. നമ്മൾ പറയില്ലേ ശ്വാസം കിട്ടണില്ല, അത്ര തിരക്കുണ്ടാവും. then poverty and inequality. ഓക്കെ, നമുക്ക് എന്താണ്? അസമത്വവും ദാരിദ്ര്യവും ഇവിടുത്തെ ഒരു മേജർ പ്രശ്നമായിരിക്കും. ഫൈൻ. Okay, then explain demographic dividend and its advantages. ഇപ്പോൾ ടീച്ചർ പറഞ്ഞേ ഉള്ളൂ എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഓർമ്മയുണ്ട് എല്ലാവർക്കും? യെസ്, നമ്പർ ഓഫ് എംപ്ലോയിഡ് ഈസ് മോർ ദാൻ
number of unemployed people. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. സോ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ഇൻക്രീസസ്. രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. ദ കൺട്രി എൻജോയ് ഹ്യൂമൻ ഹൈ റിസോഴ്സ് ഡെവലപ്മെന്റ് അല്ലേ, കാരണം ഇവിടെ എംപ്ലോയിഡ് പേഴ്സൺസ് കൂടുതലാണ്, അപ്പോൾ മാനവിക വിഭവശേഷി കൂടും. പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസസ്. രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റിയും ഇവിടെ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, explain the indicators of democracy such as migration. Migration ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മൈഗ്രേഷൻ എന്നുള്ളത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ളത് ഈ ചാപ്റ്ററിൽ എന്തായാലും പഠിച്ചിട്ട് പോകണം, ആരും അത് വിട്ടിട്ട് പോവരുത്. സോ മൈഗ്രേഷൻ ഇപ്പം ടീച്ചർ പറഞ്ഞേ ഉള്ളൂ, വി ഹാവ് പെർമനന്റ് മൈഗ്രേഷനും ഉണ്ട് അല്ലെങ്കിൽ ടെമ്പററി മൈഗ്രേഷനും ഉണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥിരമായി പോയി താമസിക്കുമ്പോൾ അതിനെ പെർമനന്റും അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ടെമ്പററി എന്ന് പറയും. ഇന്റേണലും ഇന്റർനാഷണലും ഉണ്ട്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്തുകൊണ്ട് എഴുതാം. What might be the social problem created by the decreasing male-female ratio? Male-female ratio കുറയുമ്പോൾ ഉണ്ടാവുന്ന സോഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ജെൻഡർ ഇൻഇക്വാലിറ്റി, ഒബ്വിയസ്ലി നമുക്കറിയാം അല്ലേ, നമുക്ക് എന്താണ് അസമത്വങ്ങൾ വരും. ദെൻ വയലൻസ് അഗെയിൻസ്റ്റ് വിമൺ, സ്ത്രീകൾ കുറവും പുരുഷന്മാരൊക്കെ കൂടുതലും ആണെങ്കിൽ വയലൻസ് ഉണ്ടാവാം. ലോവർ പോപ്പുലേഷൻ ഗ്രോത്ത്. ഓക്കെ, കാരണം കൺസീവ് ആവാനുള്ള കപ്പാബിലിറ്റി സ്ത്രീകൾക്കാണുള്ളത്, അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ എണ്ണം കുറയും തോറും ആ കപ്പാബിലിറ്റി കുറയുന്നു, പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ഐ തിങ്ക് these are the major important questions from this chapter. Hope this is clear. Clear അല്ലേ? എല്ലാവരും എൻ്റെ കൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പൊക്കോട്ടെ. ഓക്കെ, സോ ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് extension of democracy through institution. ഈ extension of democracy through institution എന്നുള്ളത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് അല്ലെ, പാർട്ട് 2-ൽ വരുന്ന ഭാഗമാണ്. എന്താണ്? ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് മേജർ കമ്മീഷൻസിനെ കുറിച്ചുകളാണ് അല്ലെ നമ്മൾ പഠിക്കുന്നത്. മേജർ കമ്മീഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ലെറ്റ്സ് സീ. Based on the given hints, name the constitutional institution. Okay, താഴെ കുറച്ച് ഹിൻസുകൾ തന്നിട്ടുണ്ട്. ഇതിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹിന്റുകൾ നോക്കാം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ കമ്മീഷൻ ഈസ് ഇൻ ന്യൂഡൽഹി. ഈ കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയിലാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലൂ. The commission has 6 members including their chairperson. Chairperson ഉൾപ്പെടെ 6 മെമ്പർ ഉണ്ട്. ഇപ്പൊ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? യെസ്, അപ്പൊ 6 മെമ്പർ ഉണ്ട്. നെക്സ്റ്റ് നോക്കാം. The members of the commission are appointed by the president. ഇപ്പൊ കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. പ്രസിഡന്റ് ആണ് ഈ കമ്മീഷനിലെ മെമ്പേഴ്സിനെ എല്ലാം എന്ത് ചെയ്യുന്നത്? യെസ്, സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ October 12, 1993. ഒക്ടോബർ 12, 1993 ഈ കമ്മീഷൻ നിലവിൽ വന്നത്. യെസ്, ആ കമ്മീഷൻ ഏതാണ് ആ കമ്മീഷൻ? 4 ക്ലൂ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഏതാണ്? ഞാൻ നോക്കട്ടെ, ആർക്കെങ്കിലും അറിയുമെന്ന് നോക്കട്ടെ. Yes, the answer is National Human Rights Commission ആണ് അല്ലേ? അപ്പം നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ 4 കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു കഴിഞ്ഞു ഇതിലൂടെ തന്നെ അല്ലേ? ന്യൂഡൽഹിയിലാണ്, 6 മെമ്പർ ഉണ്ട്, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു October 12, 1993. So I hope this part is clear അല്ലേ? I am moving to the second question. Explain the structure of election commission. Election commissionന്റെ structure explain ചെയ്യാനാണ് പറയുന്നത്. So let's see. Election commission consists of chief election commissioner and 2 commissioners. ഇതിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉണ്ടാവും, 2 അല്ലാത്ത കമ്മീഷണറും ഉണ്ടാവും. അപ്പം 3 ആൾക്കാരായി അല്ലേ ഇലക്ഷൻ കമ്മീഷനിൽ. They are appointed by the President of India. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിലും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. ആരാ അല്ലേ പ്രസിഡന്റ്?
സോ വലിയ പുള്ളിയാണ്, എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ദ ടെന്യൂർ ഓഫ് ഓഫേഴ്സ് ഓഫ് ദ മെമ്പർ ഓഫ് ദ കമ്മീഷൻ 6 years ഓർ അപ് ടു ദ ഏജ് ഓഫ് 65. അപ്പോൾ ഈ കമ്മീഷന്റെ ആർക്കെങ്കിലും അവരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഹാൻഡിൽ ദ കമ്മീഷൻ ഫോർ 6 years. ഓക്കെ, 6 വർഷം അവർക്ക് പറ്റും. അല്ലെങ്കിൽ അവർക്ക് എന്താണ് 65 years, ഏതെങ്കിലും ഒന്നാണ്, ഏതാണോ ആദ്യം എത്തുന്നത് അതിനനുസരിച്ചായിരിക്കും. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ പൊസിഷൻ ഓൺലി ത്രൂ ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ, ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ കളയാനായിട്ട് പറ്റുള്ളൂ. The activity of the election commission in different states and the union territories are coordinated by the chief electoral officers. Okay, activities എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ചീഫ് ഇലക്ടർ ഓഫീസേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം? ഇലക്ഷൻ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എന്തായാലും നിങ്ങളത് പഠിക്കണം. Then to the third question, what is the name of the process by which the election commission can be removed? Election chief election commissioner remove ചെയ്യാനുള്ള പ്രോസസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. And the process is impeachment. നമ്മൾ പറഞ്ഞു ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ നമുക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? യെസ്, റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇതെന്ന് പറയുന്നത് റിമൂവിങ് എ പേഴ്സൺ ഹോൾഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, ഒരു വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഉള്ള ആളെയാണ് നമുക്ക് ഇങ്ങനെ കളയാനായിട്ട് പറ്റുക ത്രൂ പാർലമെന്ററി പ്രൊസീഡിങ്സ്. ഓക്കെ, സോ ഇതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ പേജ് നമ്പർ 43 ഓഫ് ദ ടേം 2 സോഷ്യൽ സയൻസ് ഗൈഡ് ഓഫ് ദ എക്സാം പോയിന്റിന്റെ സോഷ്യൽ സയൻസിന്റെ സെക്കൻഡ് ടേമിലെ പേജ് 43 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് റെഫർ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഓക്കെ, so moving to the fourth question, what are the important constitutional institutions? Major important constitutional institutionുകൾ ഏതൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, വിമൻസ് കമ്മീഷൻ, സ്കെഡ്യൂൾഡ് കാസ്റ്റ് സ്കെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, എല്ലാം ഉണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടം പോലെ കമ്മീഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും 2-3 കമ്മീഷന്റെ പേര് പഠിച്ചു വയ്ക്കാം. When is Women's Day celebrated? എപ്പോഴാണ് വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? യെസ്, മാർച്ച് 8-നാണ്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 8-നാണ് നമ്മൾ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then sixth question, in our country it is the election commission that prepare the voter list and issues identity card to the voters. Do you agree with the statements? Write down the duties of the election commission. നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷണർ ആണ് വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നതും അതേപോലെ തന്നെ ഐഡന്റിറ്റി കാർഡൊക്കെ കൊടുക്കുന്നതെന്നാണ് പറയുന്നത് വോട്ടേഴ്സിന്. യോജിക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടോ? യെസ്, കറക്റ്റ് ആണ് അല്ലേ? ഈ എഗ്രിമെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം എങ്ങനെ എഴുതാം? യെസ്, ഐ എം എഗ്രീയിങ് വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്. കാരണം പിന്നെന്താണ്, ഇവർ ഡ്യൂട്ടീസ് എഴുതാൻ പറയുന്നുണ്ട്. അപ്പൊ ഡ്യൂട്ടീസിൽ ഇതൊക്കെ പറയുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് electoral roll and issuance of identity card ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. Supervise, administer and control the elections to the offices of the president and vice president of the India, members of the Lok Sabha and Rajya Sabha and state assemblies. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പ്രിപ്പറേഷൻ ഓഫ് ദ ഇലക്ടറൽ റോൾ ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് ദ ഐഡന്റിറ്റി കാർഡ്. ഐഡന്റിറ്റി കാർഡിന്റെ ഇഷ്യൂറൻസ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. പ്രൊമുഗുലേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ കോഡ് ഓഫ് കണ്ടന്റ്. ഓക്കെ, നമുക്ക് ഒരു കാര്യം നടത്തിക്കാനുള്ള എൻഫോഴ്സ്മെന്റ് ഓഫ് കോഡ് ഓഫ് കണ്ടന്റ് എല്ലാം ആരുടെ കയ്യിലാണ്? ഈ ചീഫ് ഇലക്ഷന്റെ കയ്യിലാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു പാർട്ട് തന്നെയാണ് ചീഫ് ഇലക്ഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് കേട്ടോ. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ഫങ്ഷൻസ് എഴുതാനാണ്. ഒബ്വിയസ്ലി ദ വർക്കിംഗ് ഫോർ നാഷണൽ കമ്മീഷന് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കും. പ്രൊവൈഡ് സജഷൻസ് ടു എലിമിനേറ്റ് ഇൻഇക്വാളിറ്റീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വിമൻ. സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ഡിസ്ക്രിമിനേഷൻ എല്ലാം കളയുന്നത് ആരാണ്? അല്ലെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്നത് ആരാണ്? നാഷണൽ വിമൻ കമ്മീഷൻ ആണ്. ആക്ഷൻസ് റിലേറ്റഡ് ടു ജെൻഡർ ജസ്റ്റിസ്, അഡ്വൈസ് ഗവൺമെന്റ് ഓൺ പോളിസി
policy formulation on issues affecting women. Okay, they were related to gender justice മുതലായ കാര്യങ്ങളെല്ലാം പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആണ്. Check the constitutional provisions and laws for women safety. Okay, സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ഈ കമ്മീഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളുടെ കമ്മീഷൻ ആർക്ക് വേണ്ടിയായിരിക്കും? സ്ത്രീകൾക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ഫോർ ദെയർ സേഫ്റ്റി, ഫോർ ദെയർ പ്രൊട്ടക്ഷൻ, അതൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് എഴുതാം. when was the National Human Rights Commission came into being? എപ്പോഴാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. October 12, 1993, 1993 ഒക്ടോബർ 12. Who is the chairman of Human Rights Commission? Human Rights Commission's chairman ആരാണ്? A retired High Court Chief Justice or High Court Judge will be the chairman. Okay, അപ്പോൾ അതും പഠിച്ചു വയ്ക്കാം. Say true or false. True or false പറയാനാണ് കേട്ടോ. നല്ല ചോദ്യങ്ങളായിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അല്ലേ true or false? The National Election Commission was established in 1993. 1993 നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ വന്നത്. True or false? Yes, it is false. കാരണം നമുക്കറിയാം നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ഓക്കെ, 1993 1950 സോ ആൻസർ ഇസ് false. Then National Commission for Backward Classes was established in 1993. 1993 നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് വന്നത്. ആൻസർ എന്താണ്? ശരിയാണ്, ട്രൂ ആണ്. The year in which State Women's Commission came into existence was March 18, 1996. ആൻസർ എന്താണ്? ഫാൾസ് ആണ്. കാരണം വിമൻ കമ്മീഷൻ വന്നത് മാർച്ച് 16, 1996 കേട്ടോ. Then retired High Court Judge will be the chairman of the Human Rights Commission. Human Rights Commission's chairman എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജ് ആണ്. ആണോ? Yes, answer is true. Okay, അപ്പോൾ ട്രൂ ഓർ ഫോൾസിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്തെന്നും കൂടിയാണ്, കണ്ടന്റും കൂടിയാണ് പഠിച്ചു പോയത്. പ്ലീസ് ഡു റിവൈസ്. Write a short note on the State Minority Commission of Kerala. കേരള സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. The Kerala State Minority Commission was established in 2003. 2013 ന്യൂനപക്ഷ കമ്മീഷൻ വന്നത്. There are 4 members in the commission including the chairperson and the vice chairperson. ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സൺ ഒക്കെ ഉള്ള ഒരു 4 അംഗ കമ്മിറ്റിയാണിത്. The state government nominates them. State government ആണ് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത്. Their term in office is 3 years. Okay, 3 കൊല്ലമാണ് അവരുടെ ഓഫീസ് എന്ന് പറയുന്നത്. The responsibility of the commission is to ensure that religious and linguistic minorities enjoy the constitutional rights granted to them. എന്താണ് പറയുന്നത്? ഈ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്മീഷൻ എന്ന് പറയുകയാണെങ്കിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്ക്, ഓക്കെ, ഭാഷാ ന്യൂനപക്ഷത്തിനും എല്ലാവർക്കുമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ഓക്കെ, നമ്മുടെ ജനാധിപത്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഇവർക്ക് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ അധികാരം, ഓക്കെ, അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡിഫൈൻ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1961. 1961 സ്ത്രീധന നിരോധന നിയമത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതെന്താണ് പറയുന്നത്? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ 1961 ടു ഇറാഡിക്കേറ്റ് ദ ഈവിൾ പ്രാക്ടീസ്, അല്ലേ? സ്ത്രീധനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാശ് കൊടുക്കുകയോ കാശ് വാങ്ങുകയോ സ്വർണ്ണമൊക്കെ ചോദിക്കുക, സ്ഥലങ്ങൾ ചോദിക്കുക, അതൊക്കെ അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാണ്? ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇൻ 1961 നിലവിൽ വന്നത്. ഓക്കെ, ദെൻ 2 ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് അല്ലെങ്കിൽ റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എഴുതാനാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത് ഓട്ടോണമസ് ബോഡീസ് ആണ്. ദേ ആർ ഫോംഡ് വെൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. ഓക്കെ,
കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ തന്നെ നിലവിൽ വന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. പക്ഷെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്താണ്? ദേ ആർ ലോസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ്. പാർലമെന്റ് ആണ് ഈ നിയമങ്ങൾ പാസ്സാക്കിയത്. ദേ ക്യാൻ ബി ഗിവൺ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആസ് വെൻ റിക്വയർഡ്. ഓക്കെ, ആവശ്യമുള്ളപ്പോൾ മാത്രം എന്ത് കൊടുക്കും? ഇവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പാർട്ട് 1 സോഷ്യൽ സയൻസ് ഹിസ്റ്ററി പാർട്ടിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? ക്ലിയർ അല്ലേ ഇതെല്ലാവർക്കും? യെസ്. അപ്പൊ ടീച്ചർ അടുത്ത സെക്ഷനിലോട്ട് പൊക്കോട്ടെ. സോഷ്യൽ സയൻസ് നമ്മുടെ പാർട്ട് 2 പൊക്കോട്ടെ. ജോഗ്രഫി പാർട്ടിലേക്ക് ടീച്ചർ പോവാണ് കേട്ടോ. ഓക്കെ. So chapter 3, plateau were the earth history slumbers അല്ലേ? എന്താണ്? ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. മെയിൻ ആയിട്ടും ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? പെനിൻസുലർ പ്ലാറ്റ്യൂ, അവിടുത്തെ റീജിയനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻസ്, ഇത്തരം കാര്യങ്ങളാണ് ഈ പെനിൻസുലർ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലാറ്റ്യൂവിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What is the reason for the very scanty of rainfall in the interior part of Tamil Nadu and Karnataka during the southwest monsoon? നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും എന്തുകൊണ്ടാണ് ലോ റെയിൻഫോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോ റെയിൻഫോൾ? യെസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇന്റീരിയർ ഏരിയാസ് ഓഫ് തമിഴ്നാടു ആൻഡ് കർണാടക റെയിൻ ഷാഡോ ഏരിയാസ് നമുക്ക് കാണാം. മഴനിഴ പ്രതീക്ഷ സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റെയിൻ ഷാഡോ ഏരിയാസ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? യെസ്, വെരി ലോ റെയിൻഫോള് കിട്ടുന്നത്. ഓക്കെ, സോ what are the next question? What are the different types of plateaus and where does the peninsular plateau fit in? ഏതാണ് 3 പെനിൻസുലർ പ്ലാറ്റ്യൂസും ഈ 3 പെനിൻസുലർ പ്ലാറ്റ്യൂസിൽ പെനിൻസുലർ പ്ലാറ്റ്യൂ എവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? ഏതിൽ പെടുന്നു? സോ വി നോ ദാറ്റ് plateaus are divided into 3. പ്ലാറ്റ്യൂസിനെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ദേ ആർ ഇന്റർമോണ്ട് പ്ലാറ്റ്യൂസ്, പിഡ്മോണ്ട് പ്ലാറ്റ്യൂസ് ആൻഡ് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂസ്. ഇതിൽ ഇന്റർമോണ്ടൈൻ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൗണ്ടൻ റേഞ്ചസിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിഡ്മോണ്ട് പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ റേഞ്ചസിന്റെ ബേസിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഇവര് സ്ഥിതി ചെയ്ത സ്ഥലം ഒരു പ്ലാറ്റ്യൂവിൽ നിന്നും ഭയങ്കര ഉയരത്തിലാണ്, ഹയർ എലിവേഷൻസിലാണ് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ. സറൗണ്ടിങ്സിൽ നിന്നും ഹയർ എലിവേഷൻസിലേക്കാണ് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂസ് എന്ത് ചെയ്തിരിക്കുന്നത്? യെസ്, സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ 3 ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇതിൽ നമുക്ക് പെനിൻസുലർ പ്ലാറ്റ്യൂ വരുന്നത് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂലാണ്. അപ്പൊ ക്ലിയർ ആയില്ലേ എന്താണ് പെനിൻസുലർ പ്ലാറ്റ്യൂ എന്നുള്ളത്? ദെൻ ഈ പെനിൻസുലർ പ്ലാറ്റ്യൂവിന്റെ ജനറൽ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ജിയോഗ്രഫിക്കൽ എക്സ്റ്റെന്റ് ഓഫ് ദ പെനിൻസുലർ പ്ലാറ്റ്യൂ. എന്താണ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഷേപ്പ്ഡ് ഫിസിയോഗ്രാഫിക് യൂണിറ്റ്. ഇതെന്താണ്? ഒരു ട്രയാങ്കിൾ ഷേപ്പ്ഡ് ആണ്. ആൻഡ് ഇറ്റ് വിൽ ഹാവ് ആൻ ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 600 to 900 മീറ്റേഴ്സ്. ഓക്കെ, 600 മുതൽ 900 മീറ്റേഴ്സ് വരെയുള്ള മീൻ സീ ലെവലിന് മുകളിലായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് ടേബിൾ ലാൻഡ്. ടേബിൾ ലാൻഡ് ആണ്. ഇവിടെ മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്, ഷാലോ റിവർ വാലീസ് ഉണ്ട്, ആൻഡ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ. ഇത്രയും കാര്യങ്ങൾ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പെനിൻസുലർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ടീച്ചർ ഇത്രയും പഠിപ്പിച്ചു തന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. വിത്തിൻ 1 minute we will back for the live session.
Okay, so എല്ലാവരും എത്തിയില്ലേ? We are to our next question, that is observe the map given and answer the following questions. Okay, അപ്പോൾ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. സോ ദിസ് മാപ്പ് നമുക്ക് പേജ് 143 നമ്മുടെ എക്സാം പോയിന്റിന്റെ ടേം 1 സോഷ്യൽ സയൻസിന്റെ ഗൈഡ് ബുക്കിലെ പേജ് 143 ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആ പേജ് ആ മാപ്പ് ഒന്ന് കാണണം, എന്നാലാണ് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് പെനിൻസുലർ റിവർ? ഇതിലെ ലോങ്സ്റ്റ് പെനിൻസുലർ റിവർ ഏതാണ്? Write the name of the major tributary of Krishna river. Then write the name of the west flowing river that has drainage basin in Madhya Pradesh and Maharashtra. So which is the longest peninsular river? River Godavari. ദേ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ? River Godavari ആണ് longest peninsular river. Then write the name of the major tributary of Krishna river. Krishna riverയുടെ major tributary ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. That is Tungabhadra. ഏതാണ്? തുംഗഭദ്രയാണ്. Then write the name of the west flowing river that has drainage basin in Madhya Pradesh and Maharashtra. Madhya Pradeshilum Maharashtrayilum drainage basin ulla west flowing river ഏതാണെന്നാണ്? That is Narmada and Tapti. Okay, അപ്പോൾ നമ്മൾ പെനിൻസുലർ ഇന്ത്യയുടെ മാപ്പ് നോക്കാം. പെനിൻസുലർ ഇന്ത്യയുടെ മാപ്പ് ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പോൾ ഈ മാപ്പ് ഭയങ്കര കൂടുതലാണ് ചാൻസ് കേട്ടോ ചോദിക്കാൻ. Then among the following state, which is the largest producer of coffee? കോഫിയുടെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള, തമിഴ്നാടു, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. ഇതിൽ കർണാടകയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ കർണാടക എന്ന് ആലോചിക്കുമ്പോൾ തന്നെ യെസ് യു ക്യാൻ ആസ്ക് ദ ഡൗട്ട്. ഓക്കെ, സോ കർണാടക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റുന്നതാണ്? വി ക്യാൻ കോഫീനെ കുറിച്ച് നമ്മൾ അറിയണം. ഇറ്റ് ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോഫി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലീഡിംഗ് പ്രൊഡ്യൂസർ ആണ്. കേരള സ്റ്റാൻഡ് സെക്കൻഡ്സ്. ഓക്കെ, കേരളത്തിനാണ് രണ്ടാമത്തെ സ്റ്റാൻഡ്. Which varieties of coffee such as Arabica and Robusta are mainly cultivated? അപ്പോൾ ഇത് രണ്ട് മൂന്ന് കാര്യങ്ങളും കോഫി എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം. കർണാടക ഫസ്റ്റ്, കേരള സെക്കൻഡ്. രണ്ടും കെയിലാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് അബൌട്ട് കോട്ടൺ കൾട്ടിവേഷൻ. കോട്ടൺ കൾട്ടിവേഷനെ കുറിച്ചൊരു നോട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, പെനിൻസുലർ ഇന്ത്യയിൽ കോട്ടൺ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ ദ മന്ത് ഓഫ് ഒക്ടോബർ ആൻഡ് ഇറ്റ് ഈസ് ഹാർവെസ്റ്റഡ് ഫ്രം ജനുവരി ടു മെയ്. ഓക്കെ, ഒക്ടോബറിൽ തുടങ്ങി വിളവെടുപ്പ് നടത്തുന്നത് ജനുവരി മെയ് മാസത്തിലാണ്. ഇറ്റ് റിക്വയർ 21 degrees Celsius to 30 degrees Celsius of temperature and 50 to 100 centimeter annual rainfall. ഓക്കെ, 21 മുതൽ 30 ഡിഗ്രി വരെ സെൽഷ്യസിൽ ടെമ്പറേച്ചറും വേണം, പിന്നെ മഴ 50 to 100 സെന്റിമീറ്ററും വേണം. തെറ്റരുത്. But cotton is also cultivated in low rainfall area with the help of irrigation. Okay, നമുക്ക് ഇറിഗേഷന്റെ ഹെൽപ്പോട് കൂടി തന്നെ ലോ റെയിൻഫോൾ ഏരിയയിലും കോട്ടൺ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Okay, the next question, which plateau is termed as the heartland of minerals? Okay, minerals inde heartland ennu parayunnathu ഏത് plateau ആണ്? That is Chota Nagpur plateau. തെറ്റരുത്, Chota Nagpur plateau ആണ് ഇതിലെ ഏറ്റവും ഹാർട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട്, ഹാർട്ട്ലാൻഡ് ഓഫ് പെനിൻസുലർ പ്ലാറ്റു, സോറി ഹാർട്ട്ലാൻഡ് ഓഫ് പ്ലാറ്റു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ത്രൂ വിച്ച് റിവർ ബേസിൻസ് ഡു ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് റീച്ച് ദ പെനിൻസുല? ഏത് റിവർ ബേസിനിലൂടെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ പെനിൻസുലയിൽ എത്തുന്നത്? It is through Narmada and Tapti river basin. നമ്മൾ അപ്പോഴേ പഠിച്ചിരുന്നു ഇത് നർമ്മദ ആൻഡ് താപ്തി റിവർ ബേസിനിലൂടെയാണ്. തെറ്റരുത് കേട്ടോ. Then what type of climate does the peninsular plateau generally experience during the northeast monsoon season? Northeast monsoon seasonil പെനിൻസുലർ പ്ലാറ്റ്യൂവിലുള്ള ക്ലൈമറ്റ് ഏതാണ്? ദാറ്റ് ഈസ് ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഏത് ക്ലൈമറ്റ് ആണ്? ഡ്രൈ ക്ലൈമറ്റ് ആണ്. അതും തെറ്റരുത് കേട്ടോ. ദെൻ ലിസ്റ്റ് ദ മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് ദ പെനിൻസുലർ പ്ലാറ്റ്യൂ.
പെനിൻസുലർ പ്ലാറ്റൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്ലാറ്റൂവിന്റെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ട്രോപ്പിക്കൽ ലൊക്കേഷൻ, അവർ സ്ഥിതി ചെയ്യുന്നത്. പെക്യുലർ ഷേപ്പ് ഓഫ് ദ പെനിൻസുല, പെനിൻസുലയുടെ ഷേപ്പിനനുസരിച്ച്, ഓഷ്യനിൽ നിന്നുമുള്ള ഡിസ്റ്റൻസിനനുസരിച്ച്, ഓറിയന്റേഷൻ ഓഫ് ദ മൗണ്ടെയിൻ റേഞ്ച്, ഓക്കെ, മലനിരകളുടെ ഓറിയന്റേഷൻ അനുസരിച്ച്, ഡയറക്ഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്, ഓക്കെ, മൺസൂൺ വിൻഡുകളുടെ ഡയറക്ഷനും അനുസരിച്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പെനിൻസുലർ പ്ലാറ്റൂ എന്ന് അല്ലെങ്കിൽ പ്ലാറ്റൂ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ പോകുന്നത്. So it mainly discusses about peninsular plateau. Hope it is clear for all. എല്ലാവർക്കും ഇത് ക്ലിയർ ആണ് എന്ന് ടീച്ചർ വിചാരിക്കുന്നു. Okay, so let's move to the chapter 4 or the second chapter of geography, that is human resources for national development. ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ ആണ് എക്സാമിന് ഉള്ളത് അല്ലെ, ഹാഫ് പോർഷൻ നമുക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി. സോ ഇതിൽ ആദ്യം ഇവർ ചോദിച്ചിരിക്കുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനും പോവേർട്ടിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ മാനവിക മൂലധന വളർച്ച അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് പോവേർട്ടിയുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സാധനമാണ്. എങ്ങനെയാണ്? Poverty is the state of not being able to meet even the basic needs. അല്ലെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പോവേർട്ടി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഫേസ്ഡ് ബൈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അല്ലെ, ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ മേജർ പ്രശ്നം പോവേർട്ടിയാണ്. It is the low income that pushes people into poverty. Due to low income, people are unable to meet even their basic needs like education and health, further leading to poverty. The causes and consequences of poverty are endlessly interconnected as in a circle. നമ്മൾ പറയും causes and consequences of poverty are same. അവർ interrelated ആണ്. കാരണം ദാരിദ്ര്യം വരുന്നത് എപ്പോഴാണ്? നമുക്ക് കാശ് ഉണ്ടാവുന്നില്ല, അപ്പം നമുക്ക് വിദ്യാഭ്യാസവും ഇല്ല, അപ്പം നമുക്ക് നല്ല രീതിയിൽ ജോലി കിട്ടുന്നില്ല, വരുമാനവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. സോ പോവേർട്ടി ഈസ് എ മേജർ ഹിൻഡർ ഫോർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, what are the different types of unemployment? അൺഎംപ്ലോയ്മെന്റിന്റെ ഡിഫറെന്റ് ടൈപ്സസ് ആണ് എന്തൊക്കെയാണ്? ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ ജോലിയില്ല, അതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, ദെൻ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, നമ്മുടെ ഇക്കോണമിയിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുമ്പോൾ അഗ്രികൾച്ചറിൽ നിന്നും IT കമ്പനിയിലേക്ക് പെട്ടെന്ന് ആൾക്കാർക്കുള്ള മാറ്റത്തിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ചില സമയത്ത് ചില മാസങ്ങളിൽ ജോലിയുണ്ട്, ചില മാസങ്ങളിൽ ജോലിയില്ല. ഇതിനെയാണ് നമ്മൾ സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. എല്ലാവരും പണി എടുക്കുന്നുണ്ട് പക്ഷേ എന്ത് കാണുന്നില്ല? അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ പോർഷൻ ആണ്. ഓക്കെ, ദെൻ ഹൗ ഡസ് അൺഎംപ്ലോയ്മെന്റ് എഫക്റ്റ് അവർ ലൈഫ്സ്? എങ്ങനെയാണ് അൺഎംപ്ലോയ്മെന്റ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്? യെസ്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒന്നുമില്ല അല്ലെ, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വരുന്നു. അതെന്തിലേക്ക് കാരണമാവുന്നു? പോവേർട്ടിയിലേക്ക് കാരണമായിരുന്നു. നമ്മളെ കൂടുതൽ ഫീലിങ്സ് ഓഫ് ലോൺലിനെസ്, നമ്മൾ ഒറ്റയ്ക്കായ ഒരു തോന്നൽ നമുക്ക് വരുന്നു. നെഗറ്റീവ് എഫക്റ്റ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത്, ഓക്കെ, നമുക്ക് നെഗറ്റിവിറ്റി കൊണ്ടുവരും. ഇതെല്ലാ കാരണങ്ങളും അൺഎംപ്ലോയ്മെന്റ് വഴി കിട്ടും. അപ്പോൾ അൺഎംപ്ലോയ്മെന്റിന്റെയും പോവേർട്ടിയുടെയും കാരണങ്ങൾ ഏകദേശം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നന്നായി റെഫർ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമുക്ക് കുറേ മാർക്ക് വാങ്ങാം അല്ലെ. ഏത് ചോദ്യം എങ്ങനെ ചോദിച്ചാലും അത് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. Observe the picture below and understand how education leads to progress of the country. Discuss and write down the notes. Simple ആണ്. നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ നമ്മുടെ ഗൈഡ്, ഓക്കെ, സോഷ്യൽ സയൻസ് ടേം 1 എക്സാം പോയിന്റ് ഗൈഡിലെ പേജ് 168 ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? യെസ്, ഒരു നോട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ പിക്ചർ കണ്ടിട്ട് നോട്ട് എഴുതാൻ നമുക്ക് സുഖമാണ്. കാരണം അതെന്താ? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് എബിലിറ്റി ഉണ്ടാവുള്ളൂ. എബിലിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ടെക്നോളജിക്കൽ നോളേജ് ഉണ്ടാവുള്ളൂ. ടെക്നോളജിക്കൽ നോളേജ് ഉണ്ടെങ്കിലേ നമുക്ക് സ്കില്ല് ഡെവലപ്പ് ആവുള്ളൂ. ബെറ്റർ ജോബ് കിട്ടുള്ളൂ. നല്ല ജോബ് ഉണ്ടെങ്കിലേ നല്ല ഇൻകം ഉള്ളൂ. നല്ല
ഇൻകം ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലേ, നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടി നമ്മുടെ നാഷണൽ തന്നെ ഡെവലപ്മെന്റിലേക്ക് പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നോട്ട് ചെയ്താൽ മതി. പിക്ചറിൽ എന്താണോ തന്നിരിക്കുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, നോട്ടാക്കി കൊടുത്താൽ മതി. ഇനി അതേ പിക്ചറിൽ നിന്നുമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിസ്സിംഗ് പാർട്ടുകൾ ഫില്ല് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഒരു ABCD, അപ്പൊ ഈ പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ? ഈ പിക്ചർ നന്നായി പഠിക്കുക. ഇതിൽ ABCD എന്താണെന്ന് ഫില്ല് ചെയ്യണം. അപ്പൊ ജസ്റ്റ് ടീച്ചർ ഫില്ല് ചെയ്തതാണ് തന്നിരിക്കുന്നത്, നിങ്ങൾ ഏത് വേണമെങ്കിലും മിസ് ചെയ്തുകൊണ്ട് ചോദിക്കാം. ഇൻക്രീസ് ഇൻ എബിലിറ്റി ആണ് A എന്ന് പറയുന്നത്, സ്കിൽ ഡെവലപ്മെന്റ് ആണ് B എന്ന് പറയുന്നത്, ബെറ്റർ ജോബ് ആണ് C ആൻഡ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് D. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിൽ നിന്നും നോക്കാം. ആ ചാപ്റ്റർ ഒബ്വിയസ്ലി നമുക്ക് പഴയ ക്വസ്റ്റ്യൻസിൽ ഉണ്ട്. ടേം 1 കുറച്ച് ചോദിച്ചുകൊണ്ടാണ് ടീച്ചർ എന്ത് ചെയ്തത്, യെസ് അതെന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇട്ടത്. നെക്സ്റ്റ് ചാപ്റ്റർ ഓക്കെ, ഇന്ത്യൻ ഇക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ്, വ്യത്യസ്ത സെക്ടറിലുള്ള ഇന്ത്യൻ ഇക്കോണമി. ഇതിൽ മേജർ ആയിട്ടും 3 ഇക്കോണമിനെ കുറിച്ചാണ് പറയുന്നത്, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ അല്ലേ. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. ദർ ഈസ് ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ പ്രൈമറി സെക്ടർ ആൻഡ് ദ സെക്കൻഡറി സെക്ടർ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും തമ്മിൽ ഇന്റർഡിപെൻഡൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണ് അല്ലേ? യെസ്, വി ഡു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താണ്, നമുക്ക് പ്രൈമറി സെക്ടറിലുള്ളതെല്ലാം സെക്കൻഡറി സെക്ടർ വഴി വരുന്നു. ഈ സെക്കൻഡറി സെക്ടറിലേക്കുള്ള റോ മെറ്റീരിയൽ വരുന്നത് എവിടെ നിന്നാണ്? പ്രൈമറി സെക്ടറിൽ നിന്നാണ്. ഇത്ര എഴുതിയാൽ മതി. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫിഷർമാൻ സപ്ലൈ റോ ഫിഷ് പ്രൈമറി, ഫാക്ടറീസ് ക്യാൻ സപ്ലൈ ദം ടു സെക്കൻഡറി ആൻഡ് സ്റ്റോർസ് ആൻഡ് സെൽ ഇൻ ദ പ്രൊഡക്റ്റ് ടെർഷ്യറി സെക്ടറിൽ. അപ്പോൾ ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും ഇന്റർഡിപെൻഡന്റ് ആണോ എന്ന് ചോദ്യം വന്നാൽ എന്താണോ ചോദ്യം? ഉത്തരം എന്താണ്? ആണ്. ദേ ആർ ഇന്റർഡിപെൻഡന്റ്. Okay, given below are some economic activities, classify them into primary, secondary and tertiary sector. കുറച്ച് എക്കണോമിക് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, ഇതിനെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ. ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഏതാ? സർവീസ് സെക്ടർ ആണ് അല്ലേ. ദെൻ എഡ്യൂക്കേഷൻ സർവീസ് സെക്ടർ ആണ്. ഫോറസ്ട്രി ഏതാണ്? പ്രൈമറി സെക്ടർ ആണ്. ഇൻഡസ്ട്രി ഏതാണ്? യെസ്, ദാറ്റ് ഈസ് സെക്കൻഡറി. കാരണം അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തതൊക്കെ പ്രൈമറിയിൽ വരും, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തതൊക്കെ സെക്കൻഡറിയിൽ വരും. സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തതൊക്കെ ഏതിൽ വരും? ടെർഷ്യറിയിൽ വരും. അത് പഠിച്ചാൽ മതി, അപ്പൊ ക്ലിയർ ആയി. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഏതാണ്? ദാറ്റ് ഈസ് സർവീസ് സെക്ടർ ആണ് അല്ലെ. കൺസ്ട്രക്ഷൻ വർക്ക് ഏതിൽ പെടും? സെക്കൻഡ് സെക്ടർ, സെക്കൻഡറിയിൽ വരും. ഫാമിങ്ങും ഫിഷിങ്ങും ഏതിൽ വരും? അതും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചറിലാണ് വരുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടേബിൾ ഡിസ്ക്രിമിനേഷൻ ആണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൈമറി സെക്ടറിൽ എന്തൊക്കെ വന്നു, സെക്കൻഡറി സെക്ടറിൽ എന്തൊക്കെ വന്നു. സോറി, ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി വിട്ടുപോയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഏതാണ്? ഇലക്ട്രിസിറ്റി സെക്കൻഡറി സെക്ടർ ആണ് അല്ലേ. അപ്പോൾ ഇത് മൂന്നും കാണിക്കുന്ന ആ ടേബിള്, ഫോറസ്റ്റ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ഇത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കി വെക്കുക. So we can answer. Why secondary sector is called as industrial sector? എന്തുകൊണ്ടാണ് സെക്കൻഡറി സെക്ടറിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? യെസ്, കാരണം സെക്കൻഡറി സെക്ടറിലാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ മാനുഫാക്ചറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ടാണ് സെക്കൻഡറി സെക്ടറിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. ഒരു പ്രൈമറി ഗുഡിനെ ഫിനിഷ്ഡ് ഗുഡ് ആക്കുന്നത് ആരാണ്? സെക്കൻഡറി സെക്ടർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ് ആക്കുന്നത് ഇവരായതുകൊണ്ടാണ് ഇവരെ നമ്മൾ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. Lack of accurate statistical data is a limitation of calculating national income. Explain any other 3 limitations. Okay, calculate ചെയ്യാൻ, national income calculate ചെയ്യാനുള്ള 3 different രീതികളെ കുറിച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരും. ലാക്ക് ഓഫ് അക്യുറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഡബിൾ കൗണ്ടിങ് അല്ലേ, ഒരു സാധനം തന്നെ 2 പ്രാവശ്യം കൂട്ടുക, ഡബിൾ കൗണ്ടിങ് ഒരു പ്രശ്നമാണ്. Non-inclusion of goods and services produced for self-consumption. ഓക്കെ, നമ്മൾ എന്താണ്, നമ്മൾ സ്വന്തമായി സെൽഫ് കൺസംഷൻ ചെയ്യുന്നതൊന്നും നമ്മൾ കൂട്ടുന്നില്ല. Then not including those
മോണിറ്ററി വാല്യൂ ഇസ് നോട്ട് ഡിറ്റർമൈൻഡ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഡിറ്റർമൈൻ ചെയ്യാത്ത ഒന്നും നമ്മൾ നാഷണൽ ഇൻകത്തിൽ കൂട്ടുന്നില്ല, അതും ഒരു ഡിഫോൾട്ടാണ്. വാല്യൂ ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക് നോട്ട് ഇൻക്ലൂഡഡ്. നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ വർക്ക് ചെയ്യുന്നത് ഒന്നും എന്തിൽ വരുന്നില്ല, നാഷണൽ ഇൻകത്തിൽ വരുന്നില്ല. ഇതും ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ഓക്കെ. Then to the fourth question, what are the methods of calculating national income? National income calculate ചെയ്യാനുള്ള മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 3 മെത്തേഡ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. സോ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മെത്തേഡാണ്? ഇറ്റ് കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം ബൈ ആഡിങ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ, സെക്കൻഡറി സെക്ടറിൽ, ടെർഷ്യറി സെക്ടറിൽ, ഇതിൽ മൂന്നിലുമുള്ള പ്രൊഡക്റ്റ് വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇൻകം മെത്തേഡ് ആണെങ്കിലോ, ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷന് കൊടുക്കുന്ന റെമ്യൂണറേഷൻസ് ഇല്ലേ? ഏതൊക്കെയാണ് റെമ്യൂണറേഷൻസ്? റെന്റ്, വേജ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് അല്ലേ? ഇത് 4ഉം കൂട്ടിയിട്ടാണ് നമ്മൾ ഇൻകം മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഏതാണ്? ഓൾ ദ എക്സ്പെൻസസ്, നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എല്ലാ എക്സ്പെൻസസിനെയും ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഈ 3 മെത്തേഡും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എന്ത് വേണം, ഇതിന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, അത്രയും ഷുവർ ആണ് ഈ ക്വസ്റ്റ്യൻ. സോ നന്നായി പഠിക്കാം. Given below are some common features of an organized and unorganized sector. Classify them into a table. Okay, organized sector എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, നമ്മൾ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള സെക്ടർ ആണ്. അൺഓർഗനൈസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ലീഗൽ വാല്യൂസ് കുറവാണ്, അതാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലാസിഫിക്കേഷൻ്റെ ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും എന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ എക്സാം പോയിന്റിന്റെ ടേം 2 ഗൈഡില്ല, പേജ് 82-ൽ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ് എന്നൊക്കെ. സോ നിങ്ങൾ അത് വായിക്കുക. വായിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതൊരു എസ്സേക്ക് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഓക്കെ. സോ രജിസ്റ്റേർഡ് എംപ്ലോയ്മെന്റ് സെക്ടർ. രജിസ്റ്റേർഡ് എംപ്ലോയ്മെന്റ് സെക്ടർ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് സെക്ടറിലാണ് വരുന്നത്. ഓക്കെ. കമ്പാരിറ്റീവ്ലി ലോ സാലറി, കുറവ് സാലറി എവിടെയാണ്? അൺഓർഗനൈസ്ഡ് സെക്ടറിലായിരിക്കും. ദെൻ ജോബ് സെക്യൂരിറ്റി. ജോബ് സെക്യൂരിറ്റി എവിടെയാണ്? നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടറിലാണ്. ദെൻ പെർമനന്റ് ജോബ് എൻഷുർഡ്, അതും എവിടെയാണ്? ഓർഗനൈസ്ഡ് സെക്ടറിലാണ്. അപ്പോൾ ബാക്കി ഏതൊക്കെയാണ്? നോ റെഗുലേറ്റഡ് വർക്ക് സ്കെഡ്യൂൾ, അത് ഏതിലായിരിക്കും? അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. അൺരജിസ്റ്റേർഡ് എംപ്ലോയ്മെന്റ് സെക്ടർ, അതും ഏതിലാണ്? അൺരജിസ്റ്റേർഡ് എംപ്ലോയ്മെന്റ് സെക്ടറിലാണ്. ഓക്കെ. Then distinguish between final good and intermediate good. ഫൈനൽ ഗുഡും ഇന്റർമീഡിയറ്റ് ഗുഡും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമുക്കറിയാം. ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, നമ്മൾ ഒരു സാധനം ഡയറക്ട്ലി കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് ആണ് അല്ലേ? ഒന്നിൽ നിന്നും ഒന്നിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറയുന്നത്. സോ a product that is used as a raw material ആണ് ഏതെന്ന് പറയുന്നത്? ഇന്റർമീഡിയറ്റ് ഗുഡ്. ഗുഡ് ദാറ്റ് കൺസ്യൂംഡ് ഡയറക്ട്ലി ആണ് ഫൈനൽ ഗുഡ്. തെറ്റരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. Then given below are some economic indicators. Derive the equations of the following terms. Okay, ചില ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഇക്വേഷൻ എഴുതാനാ പറയണേ. GDP എന്താ? GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും? യെസ്, ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്നും നമ്മൾ പ്രൊഡക്റ്റ് ടാക്സും പ്രൊഡക്റ്റ് സബ്സിഡിയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GDP കിട്ടും. ദെൻ
NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും? GNPയിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? NNP കിട്ടും. Then GVA, ഗ്രോസ് വാല്യൂ ആഡഡ്. ഗ്രോസ് വാല്യൂ ആഡഡ് നമുക്ക് എങ്ങനെ കിട്ടും? ഗ്രോസ് പ്രൊഡക്റ്റീവ് വാല്യൂവിൽ നിന്നും വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു ഇന്റർമീഡിയറ്റ് ഗുഡ്, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. അപ്പൊ ഇതും എന്താണ്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ടേംസും അതിൻ്റെ ഇക്വേഷൻസും. സോ യു ഷുഡ് എന്ത് ചെയ്യണം? നന്നായിട്ട് അത് ക്ലിയർ ചെയ്ത് പഠിക്കണം. As compared to Akhil, Vicky's job is less secure and his salary is comparatively low. Identify the job type mentioned above. നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചു, അഖിലിനെ സംബന്ധിച്ചിടത്തോളം വിക്കിയുടെ ജോബ് എന്ന് പറയുന്നത് ലെസ് സെക്യൂർ ആണ്, സാലറിയും കുറവാണ്. അത് ഏത് സെക്ടറാണ്? അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ്. What are the major problem faced by the employment in this sector? ഈ സെക്ടറിലുള്ള എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന മേജർ പ്രോബ്ലം. നമ്മളിപ്പോൾ ഒരു ടേബിളിൽ ഒരു 3-4 പ്രോബ്ലം പഠിച്ചു അല്ലേ? ഇവർക്ക് ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ലീഗൽ അതോറിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള ഒരു ടേബിൾ നമ്മൾ പഠിച്ചിരുന്നു. ആ ടേബിൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡ് സെക്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. Then fill in the blanks. നോക്കാം. NSO was formed in dash. NSO, National Statistical Organization. CSOവും NSSOവും കൂടി ചേർന്ന NSO എപ്പോഴാണ് നിലവിൽ വന്നത്? ഇറ്റ് വാസ് ഓൺ 2019. ഓക്കെ, 2019. Dash is the process of allocating produced goods and services. എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും സർവീസസും അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ നമ്മൾ കൺസംഷൻ എന്ന് പഠിക്കും. ആ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് ഇക്കോണമി പ്രോസ്പെർസ് വെൻ വി ബൂസ്റ്റ് അപ്പ് ഡാഷ് ഡാഷ് ഡാഷ്. ഏതാണ്? ഒരു ഇക്കോണമി നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് പ്രൊഡക്ഷൻ, വി നീഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓൾസോ വി നീഡ് കൺസംഷൻ. കൺസംഷനും നമുക്ക് വേണം. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മൾ എല്ലാ സെക്ടേഴ്സും അതിൻ്റെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സും എല്ലാം ഇതിൽ പഠിക്കണം. ആ ഇക്വേഷൻസും ടേംസും എല്ലാം പഠിക്കണം. സോ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ത്രൂ ദ സാൻഡി എക്സ്പാൻസീവ് അല്ലേ? നമ്മൾ മണലാരണ്യത്തിലൂടെ, നമ്മളെ ഇപ്പം ഈ പേര് കേൾക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഏത് സിനിമയായിരിക്കും ഓർമ്മ വരിക എന്ന് ടീച്ചർക്ക് അറിയാം? ആടുജീവിതമായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ താർ, മരുഭൂമി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഓർക്കുക? നമ്മൾ ആ ഫിലിം ആയിരിക്കും ആലോചിക്കുക അല്ലേ? സോ ത്രൂ ദ സാൻഡി എക്സ്പാൻസീവ് നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. സോ ഈ ചാപ്റ്ററിൽ നിന്നുമുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ ഓൾ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, where are cold desert found and what are their characteristics? Cold desert, അപ്പോൾ നമ്മൾ ഇതിൽ ഹോട്ട് ഡെസേർട്ടിനെയും കോൾഡ് ഡെസേർട്ടിനെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ കോൾഡ് ഡെസേർട്ടുകൾ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ദേ ആർ ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്. ധ്രുവ പ്രദേശങ്ങളിലാണ് നമുക്ക് ഇവരെ കാണാൻ പറ്റുക. മൗണ്ടൻസ്, ഓക്കെ, ആൻഡ് ഹൈ പ്ലാറ്റ്യൂസ് ഓഫ് ടെമ്പറേറ്റ് റീജിയൻസ്. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രീം കോൾഡ് ത്രൂ ഔട്ട് ദി ഇയർ ആൻഡ് പെർമനന്റ് സ്നോ കവർ. എക്സ്ട്രീം ഭയങ്കര തണുപ്പായിരിക്കും, മഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ 2 types ഓഫ് ഡെസേർട്ട്? ഇപ്പോൾ കോൾഡ് ഡെസേർട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇതിന് ഒരാൾ കമ്പാനിയൻ ആയിട്ടുണ്ട്. ആരാണ്? ഹോട്ട് ഡെസേർട്ട് അല്ലേ? അപ്പോൾ ഹോട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ആരിഡ് പ്ലേസസ്, ഇങ്ങനെ വരണ്ട ഭൂമിയിലാണ് കാണാൻ പറ്റുന്നത്. ഫൗണ്ട് ഇൻ 15 degree and 13 degree latitude along the western margins of the continents. ഓക്കെ, നമുക്ക് 15 degree 13 degree latitudesലാണ് ആ പ്രദേശത്താണ് നമുക്ക് ഹോട്ട് ഡെസേർട്ട് കാണാൻ പറ്റുന്നത്. They are characterized by high temperature during the daytime and very low temperature at night. അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, രാവിലെയൊക്കെ ഭയങ്കര ചൂടും രാത്രിയാവുമ്പോൾ ലോ ടെമ്പറേച്ചറിലേക്കും പോകും. ഇതാണ് ഹോട്ട് ഡെസേർട്ട്. സോ കോൾഡ് ഡെസേർട്ട് അതേപോലെ തന്നെ ഹോട്ട് ഡെസേർട്ട്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ്
ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ സെക്ഷനിൽ. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കാം. വാട്ട് ഈസ് എക്സ്പാൻസീവ് ഹോട്ട് ഡെസേർട്ട് ഇൻ ഇന്ത്യ? ലിസ്റ്റ് ഔട്ട് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് റീജിയൻ. ഇന്ത്യയുടെ എക്സ്പാൻസീവ് ഹോട്ട് ഡെസേർട്ട് ഏതാണ്? നമ്മുടെ താർ മരുഭൂമിയാണ്. ഓക്കെ, ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലാണ്. ഓക്കെ, 20,000 സ്ക്വയർ കിലോമീറ്റർ ടു 15,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇത് ഇത്രയും ചുറ്റുമായിട്ടാണ്, ഏരിയ ഓഫ് അറൌണ്ട് ഇത്രയും ഏരിയ ഇതിനുണ്ട്. അപ്പൊ ഇതിന്റെ ഫിസിയോഗ്രഫി, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്തായാലും നോക്കി വെക്കണം. Then write the natural boundaries of Thar Desert. ഇപ്പൊ ടീച്ചർ പറഞ്ഞുള്ളൂ അല്ലേ? എന്താണ്? ഈസ്റ്റിൽ ആരാണ്? അരാവല്ലി മൗണ്ടൻസ് ആണ്. സൗത്തിലാണ് റാൻ ഓഫ് കച്ച്. ഓക്കെ, വെസ്റ്റില് ഇൻഡസ് റിവർ ബേസിൻസും നോർത്ത് വെസ്റ്റില് സത്ലജ് റിവർ ബേസിനും ആണ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇത് നമുക്ക് മാപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഓക്കെ, ഇത് നമുക്ക് മാപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. How are mushroom rocks formed? എങ്ങനെയാണ് മഷ്റൂം റോക്ക് ഫോം ചെയ്യുന്നത്? The portion of the rock subjected to high rate of absorption wear out considerably more. As the rocks wear out in this manner, mushroom-like landforms are formed. These landforms are called mushroom forms. എന്താണ് മഷ്റൂം റോക്സ്? നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാ പറയണേ? യെസ്, ഇതിന്റെ അറ്റം ഇങ്ങനെ ചോർന്നു പോകും. അബ്സോർപ്ഷൻ വിയർ ആയി കഴിയുമ്പോൾ അതൊരു കൂണ് പോലത്തെ ഷേപ്പിലേക്ക് മാറും. കൂണ് അല്ലേ? കൂണ് പോലത്തെ ഇങ്ങനെ താഴിതായിട്ട് മുകളിലൊരു വട്ടം അല്ലേ? നമുക്കറിയാം, കൂണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു ഷേപ്പിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മഷ്റൂം റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. Then what role does tourism play in the economy of the Thar Desert? Okay, Thar Desert ന്റെ ഇക്കോണമിയിലെ ടൂറിസത്തിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കറിയാം, ഇവിടെ ഉള്ളവർക്ക് എന്താണ്, വാട്ടറും കാര്യങ്ങളൊക്കെ കുറവ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഇവര് ജീവിക്കുന്നത് എങ്ങനെയാണ്? ടൂറിസത്തിലൂടെ കിട്ടുന്ന ഇതൊക്കെ ഇവര് ദൂരെ പോയി കുറേ കാശെടുത്ത് കുറേ സമ്പാദിച്ച് അവർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ദർ ഏർണിങ്സ് ഒക്കെ എടുത്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ടൂറിസം ഡെവലപ്പ് ചെയ്ത് അവിടെ ഉള്ളവർ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമുള്ള കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവർക്കും പ്രശ്നങ്ങളുണ്ട്. ബട്ട് ദേ ഹാവ് ടൂറിസം. എങ്ങനെയാണ് നോക്കാം. ഇറ്റ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഇൻ ദ താർ ഡെസേർട്ട്. ഓക്കെ, താർ ഡെസേർട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകം ആണ് ടൂറിസം. നാഷണൽ പാർക്ക്, ഹിസ്റ്റോറിക് സൈറ്റ് ലൈക്ക് ഹവ മഹൽ ആൻഡ് അജ്മീർ ഫോർട്ട് ആൻഡ് ആക്ടിവിറ്റീസ് ലൈക്ക് camel rides through the desert with local guide attract many tourists, providing employment opportunities for locals. എന്താണ് പറയുന്നിരിക്കുന്നത്? നാഷണൽ പാർക്കുകളുണ്ട്, ഹിസ്റ്റോറിക് സൈറ്റുകളുണ്ട്, ദെൻ ഹവ മഹൽ ആൻഡ് അജ്മീർ ഫോർട്ട്, ഇത്തരം ഹിസ്റ്റോറിക്കൽ സൈറ്റുകളും ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട്. ദെൻ ക്യാമൽ റൈഡ്സ്. ഓക്കെ, നമ്മൾ എന്താണ് ക്യാമലിലൂടെ, ഈ ഒട്ടകങ്ങളിലൂടെ ഇങ്ങനെ നടന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ? സിനിമയിലും നമ്മൾ യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ത്രൂ ഡെസേർട്സ് വിത്ത് ലോക്കൽ ഗൈഡൻസ് എല്ലാം ഉണ്ടാവും. ഇതെല്ലാം ഇവർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ആണ് കൊടുക്കുന്നത്. Then what are the major crops cultivated in the Thar Desert and how was agriculture made possible? ഇവിടുത്തെ മേജർ ക്രോപ്പ് എന്തൊക്കെയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബജ്ര, ജോവർ, വീറ്റ്, കോൺ, മില്ലറ്റ്, ഗ്രൗണ്ട്നട്ട്, കോട്ടൺ, ഇതൊക്കെയാണ് ഇവിടുത്തെ മേജർ എന്തെന്ന് പറയണേ ക്രോപ്സ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ഇറിഗേഷൻ ഫെസിലിറ്റീസ് സച്ച് ആസ് ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റിലൂടെയൊക്കെ നമ്മൾ അഗ്രികൾച്ചറും ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. Okay, then what are the characteristics of this desert soil in Thar Desert? Thar Desert ന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവിടുത്തെ സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ, എന്തായാലും ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. Desert soil in the Thar Desert is sandy in structure and brown in color. ഇതൊരു ബ്രൗൺ ആണ്. ദേ നമുക്ക് ആ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ? ബ്രൗൺ കളറാണ്. നമ്മൾ ആടുജീവിതം ഫിലിമൊക്കെ കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും.
It was high salinity due to the high rate of evaporation in the hot and arid climate. എന്താണ്? വരണ്ട പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ അവിടെ ചൂടും കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവിടെ സലൈനിറ്റി കൂടുതലാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഡ്യൂ ടു ഹൈ ഇവാപ്പറേഷൻ അവിടെ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ആ ചാപ്റ്റർ. സോ നമ്മൾ ഈ 4 ചാപ്റ്റർ അല്ലേ, 4 ജോഗ്രഫി ആൻഡ് 4 ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഐ തിങ്ക് നിങ്ങൾക്ക് പഠിച്ചവർക്ക് ഏതൊക്കെ ഭാഗമാണ് ഒന്നും കൂടെ പഠിക്കേണ്ടതെന്നും ഒന്നും അറിയാണ്ട് ഇനി ബുക്ക് തുറക്കാൻ പോകുന്നവർക്ക് ഇപ്പോൾ ഒരു ധൈര്യമായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി എൻ്റെ ടീച്ചർ പറഞ്ഞ പോലെ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പറ്റും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ഓക്കെ, സോ ദിസ് ഈസ് അവർ സോഷ്യൽ സയൻസിൻ്റെ മേജർ ചാപ്റ്റേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫസ്റ്റ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഫസ്റ്റ് ലൈവ് എന്ന് പറയുന്നത്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സിൻ്റെ എല്ലാം ലൈവുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നാളെ നന്നായി എക്സാം ചെയ്ത് നോ നീഡ് ഓഫ് വെറീസ്. ഓക്കെ, സോ വെരി താങ്ക് യു ഓൾ. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. സോ താങ്ക് യു.